വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇന്നേക്ക് ഏറെക്കുറെ 2580 അല്ലെങ്കിൽ 2600 വർഷങ്ങൾക്കപ്പുറം ബാബിലോണിയ പ്രവാസത്തിൽ പോയ ദാനിയേൽ എന്ന പ്രവാചകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ട ഒരാഴമേറിയ ദർശനമാണ് ആ 7-ാം അധ്യായത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: വയോധ്യനായൊരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. 1000-10,000 പേർ അവന് ചുറ്റുമുണ്ടായിരുന്നു. സന്ധ്യായാമത്തിലെ പ്രാർത്ഥനാ നേരത്ത് ദാനിയേൽ വീണ്ടും കാണുന്നു, വയോധ്യനായൊരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ അവന്റെ വലത്തുഭാഗത്ത് വരുമാറാക്കി. മുഴു ലോകത്തിൻ്റെയും ആധിപത്യം വയോധ്യൻ അവന് കൊടുത്തു. ഒന്ന് വായിച്ചാൽ, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ, ശ്രദ്ധിക്കുക, മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധ്യന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. വയോധ്യനായൊരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവന്റെ തലയും തലമുടിനാരും വെളുപ്പിച്ച ആട്ടിൻ രോമം പോലെ ഇരിക്കുന്നു. 1000-10,000 പേർ അവന് ശുശ്രൂഷ ചെയ്യുന്നു. അവന്റെ സിംഹാസനത്തിൽ നിന്ന് അഗ്നിനദി ഒഴുകുന്നു എന്ന് മുകളിലുള്ള വാക്കുകളിൽ നമുക്ക് കാണാം. തൊട്ടു താഴെ പറയുന്നു, സന്ധ്യായാമത്തിലെ ആരാധനാ സമയത്ത് ഞാൻ മറ്റൊരു ദർശനം കണ്ടു. ആ മനുഷ്യപുത്രന് തുല്യനായ ഒരുവനെ വയോധ്യന്റെ വലത്തുവശത്ത് വരുമാറാക്കി. വയോധ്യനായവൻ മുഴു ലോകത്തിൻ്റെയും ആധിപത്യം മനുഷ്യപുത്രന് തുല്യനായവന് കൊടുത്തു. മുമ്പേ നമ്മൾ വായിച്ചു കേട്ടത്, ഗബ്രിയേൽ വന്ന് മറിയത്തോട് പറഞ്ഞത്, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. കഴിഞ്ഞ രാത്രിയിൽ നാം അതിൻ്റെ ആഴങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവായ യേശുവിൻ്റെ സിംഹാസനം എന്ന വിഷയം നാം പഠിക്കുമ്പോൾ അതിനെ 4 ദിശകളിൽ നിന്നാണ് നാം വീക്ഷിച്ചത്. ഒന്നേ, ഒരു ആത്മീക സിംഹാസനമുണ്ട്. ഒരുവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ യേശു തൻ്റെ സിംഹാസനം സ്ഥാപിക്കുകയാണ്. യേശുവിൻ്റെ സിംഹാസനം അവൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുമ്പോൾ അവന് ലഭിക്കുന്നത് എന്ത് എന്ന് നാം ചിന്തിച്ചു. ലോകത്തിന് കൊടുക്കാൻ കഴിയാത്തതും സകല ബുദ്ധിയെയും കവിയുന്നതുമായ ഒരു വലിയ സമാധാനത്തിൻ്റെ ഉടമയായിരിക്കും അവനെന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. കർത്താവായ യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ 2-ാം ഭാഗം നാം പഠിക്കുമ്പോൾ അത് അനന്തനിത്യതയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. മെശിഹാ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്ത് താണ് ലോകത്തിലേക്ക് വരുന്നതിന് ഏറെക്കുറെ 950 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജീവിച്ചിരുന്ന ദാവീദ് എന്ന ഭക്തൻ പാടിയിരിക്കുന്നു, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിന് സിയോനിൽ ഒരു സിംഹാസനമുണ്ടെന്നും അവൻ ഇപ്പോൾ സിയോനിൽ രാജാവായിരിക്കുന്നു എന്നും തിരുവെഴുത്തിൽ നിന്ന് നാം ദർശിച്ചു. മിശിഹായുടെ സിംഹാസനത്തിന്റെ 3-ാമത്തെ ദിശ നാം പഠിക്കുമ്പോൾ അത് ദാവീദ് രാജാവിൻ്റെ സിംഹാസനമാണ്. ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൽ യേശു ഇന്ന് വരെയും ഇരുന്നിട്ടില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആ പ്രത്യക്ഷത ഞാൻ പറഞ്ഞല്ലോ, വളരെ ദീർഘമായ ചില വിഷയങ്ങളുണ്ട്. ഈ ദൈവസിംഹാസനം എന്ന വിഷയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കെല്ലാം വിശദമായി ചിന്തിപ്പാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ. എങ്കിലും നിങ്ങളുടെ പക്കൽ ലഭിച്ചിരുന്ന ആ പ്രചരണ മാധ്യമത്തിലുള്ള ചില കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഇറങ്ങി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് മിശിഹായുടെ സിംഹാസനം എന്ന വിഷയത്തോട് ചേർത്ത് തുടർന്നുള്ള ചില സംഭവങ്ങളെയും കൂടെ നമുക്ക് പഠിക്കാം. യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ 3-ാമത്തെ വശം അത് ദാവീദ് രാജാവിൻ്റെ സിംഹാസനമാണ്. വാഴ്ത്തപ്പെട്ട മിശിഹാ തമ്പുരാൻ ജനിച്ചത് ദാവീദിൻ്റെ വംശത്തിലാണ്. ഒരു നാൾ യേശു അക്കാലത്തെ പ്രശസ്ത പട്ടണമായ എരിയോവിന്റെ പടിവാതിക്കൽ ചെല്ലുമ്പോൾ അന്ധനായ ഒരുവൻ തെരുവിലിരുന്ന് യാചകനായി മറ്റുള്ളവരുടെ ദയ അർഹിച്ച് ജീവിക്കുന്ന ഒരുവന്റെ ചിത്രം നമുക്ക് കാണാം.
അവൻ ജന്മനാൽ അന്ധനാണോ, എന്താണ് അവിടെ അവൻ ഇരിക്കുന്നതെന്നും നമുക്ക് അവിടെ നിന്ന് വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല. എരിയോവ് എന്ന ശപിക്കപ്പെട്ട പട്ടണവാതിക്കൽ അവൻ മറ്റുള്ളവരുടെ ദയ അർഹിച്ച് ഒരു യാചകനായിരിക്കുകയാണ്. പതിവില്ലാതെ തെരുവിലെ തിരക്ക് കണ്ടിട്ട് അവൻ ആരോടോ ചോദിച്ചു, എന്താണ് ഇത്രമാത്രം തിരക്ക്? അപ്പോൾ ആരോ പറഞ്ഞു, നസ്രയനായ യേശു പോകുന്നു എന്ന്. നസ്രത്തിലെ ജോസഫ് മറിയം ദമ്പതികളുടെ ആദ്യജാതനായി ജനിച്ച യേശു പോകുന്നു എന്ന് അന്ധനായവനോട് ആരോ പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ അന്ധനായവൻ അവന്റെ ഭിക്ഷപാത്രം ദൂരത്തെറിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 950 വർഷം മുമ്പ് യെരൂശലേം വാണിരുന്ന ദാവീദിന്റെ പേർ ചൊല്ലി വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നോട് മനസ്സലിയണമേ. യേശു അവിടെ അങ്ങ് നിന്നു. യേശു ജോസഫിന്റെയും മറിയയുടെയും മകനാണെന്ന് യഹൂദന്മാർക്കറിയാം. ഒരു നാൾ ഗദരദേശത്ത് വെച്ച് പിശാച് യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, മഹോന്നത ദൈവത്തിന്റെ പുത്ര എന്ന് വിളിച്ചു. യേശു ദൈവപുത്രനാണെന്നുള്ള അറിവ് ഭൂതബാധിതനായ മനുഷ്യനറിയാം. യേശു ദാവീദിന്റെ മകനാണെന്നുള്ള അറിവ് എരിയോവിന്റെ പടിവാതിക്കലിരിക്കുന്ന അന്ധനറിയാം. യേശു അവിടെ അങ്ങ് നിന്നു. അവനെ ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ആരോ ഓടിച്ചെന്ന് അന്ധനായവന്റെ കൈക്ക് പിടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പോൾ അവനറിയാം യേശു ദാവീദിന്റെ പുത്രൻ. നമ്മുടെ കർത്താവ് യേശു ദാവീദ് പുത്രനായി ലോകത്തിലേക്ക് വന്നു. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് 1-2 ഭാഗത്തിന് ഞാൻ ഇന്ന് രാത്രി മറുപടി പറയാം. ഒന്ന്, യേശുവിൻ്റെ വരവ് എന്നുള്ളത് യാഥാർത്ഥ്യമാണോ? 2, ആ വരവിൻ്റെ പദ്ധതികൾ, ഉദ്ദേശങ്ങൾ എന്തായിരിക്കും? ലോകത്തിലെ മറ്റേതെങ്കിലും മതങ്ങളോ മതഗ്രന്ഥങ്ങളോ മശിഹായുടെ മടങ്ങി വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചുരുങ്ങിയ സമയം നമുക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ പ്രത്യക്ഷത എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിലെ ഇന്ന് പ്രശസ്തമായ 3 മതങ്ങളും അവരുടെ മതഗ്രന്ഥങ്ങളും വളരെ ശക്തമായി യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയും. പുരാതന മതമായ യഹൂദ മതത്തിൻ്റെ മതഗ്രന്ഥമാണ് തൽമൂദ് എന്ന് പറയുന്നത്. നമ്മുടെ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യഹൂദന്റെ മതഗ്രന്ഥം നിൽക്കുന്നത്. പേര് തൽമൂദ് എന്നാണ്. ഈ തൽമൂദിൽ യേശുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകമടക്കി വാഴുന്ന അർമലിയാസ് എന്നൊരു ദുഷ്ടൻ എഴുന്നേറ്റ് വരുമെന്നും അവൻ മുഴുലോകവും ചുറ്റിത്തിരിഞ്ഞ് മനുഷ്യനെ വശീകരിക്കുമെന്നും എന്നാൽ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഉദ്ധരിപ്പാൻ മശിഹ വരുമെന്നും യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് പറയുന്നു. നിങ്ങൾ ഇന്ന് ഇസ്രായേൽ നാട്ടിൽ നിങ്ങൾ ടൂറിസ്റ്റുകളായി പോയാൽ അവിടെയുള്ള പുരാതന യഹൂദ ഭക്തന്മാർ അവർ ഒലിവുമലയിൽ മശിഹായുടെ കാലു ചവിട്ടുന്നത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. യഹൂദനും അവന്റെ മതഗ്രന്ഥവും പറയുന്നു യേശു മടങ്ങി വരുവൻ. ലോകത്തിലെ ഏറിയ ആ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ലോകമതങ്ങളിലെ പ്രശസ്ത മതമായ ഒരു മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതത്തിന്റെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഖുറാൻ പഠിച്ചാൽ ലോക അവസാനത്തെ കുറിച്ച് ഏറെക്കുറെ 10ഓളം അടയാളമുണ്ട് ഖുറാനിലെന്നാണ് ഖുറാൻ പണ്ഡിതന്മാർ പറയുന്നത്. മശിഹായുടെ പ്രത്യക്ഷതയെക്കുറിച്ച് ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ എന്തു പറയുന്നതെന്ന് ചോദിച്ചാൽ ഖുറാൻ പറയുന്നത് ലോക അവസാനത്തില് ദജാൽ എന്നൊരു വഞ്ചകൻ എഴുന്നേറ്റ് വരും. അവനൊരു ഒറ്റക്കണ്ണനായിരിക്കും. അവൻ മുഴുലോകവും ചുറ്റിത്തിരിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളെ വശീകരിക്കും. എന്നാൽ ഈശാ നബി പ്രത്യക്ഷനായി ജിൽദ ഗേറ്റിങ്ങിൽ വെച്ച് അവനെ കൊന്നുമുടിച്ചു കളയുമെന്ന് ഇസ്ലാമികന്റെ മതഗ്രന്ഥമായ ഖുറാൻ വളരെ വ്യക്തമായി പറയും. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ ആഴം നിങ്ങൾ പഠിച്ചാൽ ബൈബിൾ പറയുന്നു യേശു വരും. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ വായിലെ ശ്വാസത്താൽ അവൻ എതിർക്രിസ്തുവിനെ കൊന്നുകളയുമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുരാതന മതഗ്രന്ഥമായ തൽമൂദ് പറയുന്നു ദാവീദ് രാജാവിന്റെ വീണുപോയ കൂടാരത്തെ എഴുന്നേൽപ്പിക്കുവാൻ മശിഹ വരുമെന്ന്.
ലോകത്തിൽ നിന്ന് 160 കോടി ജനങ്ങളോളം വിശ്വസിച്ചു വരുന്ന ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാൻ പറയുന്നു, ഈശാ നബി പ്രത്യക്ഷനായി ജിൽദ ഗേറ്റിങ്കിൽ വെച്ച് ആ ദുഷ്ടനായവനെ കൊന്നുകളയുമെന്നാണ്, ദജാൽ എന്ന വഞ്ചകനെ കൊല്ലുമെന്നാണ്. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പഠിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ പ്രത്യക്ഷതയെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. മറ്റു മതഗ്രന്ഥങ്ങളിലൊന്നും ഇത്രയും ആഴത്തിൽ പറയുന്നില്ല. എന്നാൽ ബൈബിൾ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ മശിഹാ തമ്പുരാന്റെ പ്രത്യക്ഷത എന്ന വിഷയത്തെ നമുക്ക് 5 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. അതിൽ 2 ഭാഗം കഴിഞ്ഞു പോയിട്ടുള്ളതും 3 ഭാഗം ശേഷിക്കുന്നതുമാണ്. മശിഹായുടെ ഓരോ പ്രത്യക്ഷതയിലുമുള്ള ദൈവിക പദ്ധതി എന്നെന്നും വിശുദ്ധ ബൈബിൾ പറയുകയാണ്. എല്ലാം വിശദമായി നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. ഞാൻ അതിൻ്റെ ഒരു രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ വരച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ വലിയ രാഷ്ട്രങ്ങളായ ഇസ്ലാം രാഷ്ട്രങ്ങളിലും ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന യഹൂദന്റെ മതത്തിലും ഒക്കെ ഈ മശിഹ അല്ലെങ്കിൽ ഈസാ നബി പ്രത്യക്ഷനാകുമെന്ന് എഴുതിയിട്ടുണ്ട്. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ ആഴത്തിൽ ഇറങ്ങി വരുമ്പോൾ ബൈബിൾ യേശുവിന്റെ പ്രത്യക്ഷതയെ 5 ഭാഗമായി തിരിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രത്യക്ഷത അഖിലാണ്ടത്തിന്റെ സൃഷ്ടിയുടെ മുൻപിലായിരുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അവനെ കൂടാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൃശ്യമായതോ അദൃശ്യമായതോ, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ, സകലതും അവൻ മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ മനോഹര പ്രപഞ്ച സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത നടന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അന്ന് യേശുവിനെ ജ്ഞാനമെന്നാണ് സോളമൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ ശില്പിയായിരുന്നു എന്ന് സദൃശ്യവാക്യം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആകയാൽ യേശു മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നും യേശു പിതാവിൻ്റെ അടുക്കൽ വചനമായിരുന്നെന്നും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വചനം അത് യേശുവായിരുന്നു എന്നും അവൻ മുഖാന്തരം അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടെന്നും സൃഷ്ടികളൊന്നും അവനെ കൂടാതെ അല്ലായിരുന്നു എന്നും ബൈബിൾ വ്യക്തമായി പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ ഒന്നാമത്തെ വശമെന്ന് പറയുന്നത് അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിയുടെ സമയത്താണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും മനുഷ്യന് ദൃശ്യമായതും അദൃശ്യമായതുമുണ്ട്. ഏകകോശ ജീവിയായ അമീബ എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യമല്ല സഹോദരങ്ങളെ. എന്നാൽ 16 ടണ്ണോളം ഭാരം വരുന്ന മഹാസമുദ്രത്തിലെ തിമിംഗലം നമുക്ക് ദൃശ്യമാണ്. ഭൂമിയിലെ എല്ലാം ദൈവം സൃഷ്ടിച്ചത് ദൃശ്യവും ചിലത് അദൃശ്യവുമാണ്. പൗലോസ് പറഞ്ഞു, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ മശിഹായുടെ പ്രത്യക്ഷത എന്ന വിഷയം ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയിൽ യേശുവിൻ്റെ പ്രത്യക്ഷത നമുക്ക് കാണാം. രണ്ടാമത്തെ യേശുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ബൈബിൾ പറയുന്നു കാലത്തിന്റെ സമ്പൂർണ്ണ എന്നാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം മുഖാന്തരം സന്ദേശം അറിയിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കാലത്തിന്റെ സമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി ലോകത്തിലേക്ക് അയച്ചു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. എന്നാൽ എന്നാൽ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് അയച്ചു. സ്വർഗത്തിലെ ഘടികാരത്തിൽ നിയോഗിതമായ കാലത്തിന്റെ സമ്പൂർണത വന്നു. ആ കാലഘട്ടം എത്രയെന്ന് അറിഞ്ഞുകൂടാ. ആദാം എന്ന മനുഷ്യൻ പാപം ചെയ്തു പറുദീസ നഷ്ടപ്പെട്ടവനായി പുറത്തുപോയി. മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ ദൈവം അവനെ തള്ളിക്കളയാൻ തയ്യാറായില്ല. ബൈബിൾ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ പാപത്താൽ പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവം തൻ്റെ നീതിയാലും കരുണയാലും 4 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിലൊന്നെന്ന് പറയുന്നത് മനുഷ്യന്റെ ഉടുപ്പാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയായ ഹവ്വായിക്കും തോൽ കൊണ്ടുള്ള ഒരു നല്ല ഉടുപ്പ് ഉണ്ടാക്കി കൊടുത്തു.
ഹത്തിയിലെ വാടി ഉണങ്ങി തികച്ചും തങ്ങളുടെ പ്രയത്നം അബദ്ധമാണെന്നും തങ്ങൾ നഗ്നരാണെന്നും ബോധ്യപ്പെട്ട് കരയുന്നത് കണ്ടിട്ട് ദൈവം തമ്പുരാൻ തോലുകൊണ്ട് ഒരു നല്ല ഉടുപ്പുണ്ടാക്കി കൊടുത്തു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമതായി ദൈവം മനുഷ്യന് കൊടുത്തത് വാഗ്ദത്തമാണ്. ദൈവം ഏദൻ വിട്ടു പോകുമ്പോൾ ദുഃഖ മനോഭാവത്തോടെ ആദാം ദൈവത്തെ തുറിച്ചു നോക്കി. പൊന്നു തമ്പുരാനെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉണ്ടാക്കിയെടുത്ത് നിന്റെ വർദ്ധീസയ്ക്ക് എന്നെ അവകാശിയാക്കി, അയ്യോ അമ്പമ്പോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വ്യാകുലപ്പെടുമ്പോൾ ദൈവം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആദാം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. വഞ്ചകനായ പിശാചിന്റെ തലയെ തകർക്കേണ്ടതിന് സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ലോകത്തിൽ വരുമെന്ന് ആദിമ മനുഷ്യനായ ആദാമിനോട് ദൈവം തമ്പുരാൻ പറഞ്ഞിരുന്നു. മൂന്നാമതായി മനുഷ്യൻ പാപം ചെയ്തു. പാപം ഭൂമിയിൽ അണപൊട്ടി ഒഴുകി അന്ധകാരത്തിന്റെ ഇടനാഴികയിൽ അവൻ തപ്പിത്തടഞ്ഞ് നാശയോഗ്യനായി നിത്യം കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ഒഴുകുന്ന മനുഷ്യനെ കണ്ടിട്ട് ദൈവം തമ്പുരാൻ അവനോട് കരുണ തോന്നി അവന്റെ ഉള്ളിൽ ഒരു ദീപം കൊളുത്തി കൊടുത്തു. മലയാള ഭാഷയിൽ പറഞ്ഞാൽ അതിന് മനസ്സാക്ഷി എന്ന് പറയും. ദൈവം തമ്പുരാൻ മനുഷ്യന് മനസ്സാക്ഷിയെ കൊടുത്തു. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ശേഷിപ്പുള്ള ഒരു സൃഷ്ടിക്കും മനസാക്ഷി എന്ന് പറയുന്നത്. നായിക്കോ മറ്റു ശേഷിപ്പുള്ള ഒരു മൃഗത്തിനും മനസാക്ഷിയില്ല ദൈവമക്കൾ. പക്ഷെ മനുഷ്യന് മനസാക്ഷിയുണ്ട്. അത് ആര്യനായാലും ദ്രാവിഡനായാലും ധനവാനായാലും ദരിദ്രനായാലും സുബോധം അല്ലെങ്കിൽ സ്ഥിരബോധമുള്ള ഏതു മനുഷ്യനും മനസാക്ഷിയും. ആ മനസാക്ഷി ഒരു ചെറിയ ദീപമാണ്. ആ മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് നീതിയുള്ള ദൈവത്തെയും അവന്റെ നീതിയുള്ള സിംഹാസനത്തെയും നന്മ ചെയ്ത വിശുദ്ധന്മാരുടെ നിത്യതയുടെ ആ പറുദീസകളെയും പാപം ചെയ്യുന്നവരുടെ നിത്യയാതനകളെയും സകല മനുഷ്യർക്കും കാണാം. പാപത്താൽ പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവം കൊടുത്ത ഒന്നാമത്തെ കാര്യം തോൽ കൊണ്ടുള്ള ഉടുപ്പാണ്. രണ്ടാമത്തെ വിഷയം സ്ത്രീയുടെ സന്തതി എന്നൊരു വാഗ്ദത്തമാണ്. മൂന്നാമത് കൊടുക്കുന്നത് മനസാക്ഷി എന്നൊരു ദീപമാണ്. നാലാമതായി ദൈവം തമ്പുരാൻ കൊടുത്തത് മരണം എന്നൊരു നിത്യപ്രതിഭാസമാണ്. ദൈവം സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടിയോടും മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മരണമില്ലെങ്കിൽ മനുഷ്യന്റെ ഗതി എത്ര ദുരിതപ്പെട്ടതാണെന്നൊന്ന് ഓർത്തു നോക്കിക്കട്ടെ ദൈവമക്കളെ. ആദാമിന് മറച്ചു വെച്ചൊരു നഗ്നസത്യം തുറന്നു പറഞ്ഞു, ആദാം, നിന്നെ ഞാൻ മണ്ണിൽ നിന്നാണ് എടുത്തത്, നീ തിരികെ മണ്ണിലേക്ക് പോകും. സർവശക്തനായ ദൈവം തമ്പുരാന്റെ നീതിയുടെ അടയാളമായി തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പും മനസാക്ഷി എന്നൊരു ദീപവും വീണ്ടെടുപ്പുകാരനായ മെശിഹായുടെ ആഗമനവും മരണമെന്നൊരു പ്രതിഭാസവും മനുഷ്യന് കൊടുത്തതാണ് ദൈവമക്കൾ. മരണമില്ലെങ്കിൽ മനുഷ്യന്റെ ഗതി എന്തായിരിക്കും? മനുഷ്യൻ ഇതിന്റെ ആഴമറിയാതെ മരിക്കാതിരിക്കാൻ മനുഷ്യൻ ഇന്ന് എന്തെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ഒരു ഇലക്ട്രോണിക്സ് കമ്പനി ഇപ്പോൾ മനുഷ്യന്റെ കോശങ്ങൾ വാർദ്ധക്യ നിമിത്തം അവന്റെ കോശങ്ങൾ കേൾക്കുന്ന ക്ഷതം ഇല്ലാതെ വരേണ്ടതിന് നമ്മുടെ നാട്ടിലെ പണ്ടക്കാലത്ത് അരിയിടിക്കുന്ന ഒലക്കയ്ക്ക് പൂണിടുന്നത് പോലെ അല്ലെങ്കിൽ ആ കപ്പിടുന്നത് പോലെ കോശങ്ങൾക്ക് ക്ഷതം വരാതിരിക്കാൻ അതിനുള്ള ഇലക്ട്രോണിക് ചിപ്പുകൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണം നടത്തുകയാണ്. അതുകൂടെ കണ്ടുപിടിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ മിക്കവാറും ആയിട്ടുണ്ട്. ദൈവം വാർദ്ധക്യമെന്ന നിത്യപ്രതിഭാസത്താൽ മനുഷ്യന്റെ കോശങ്ങൾ ക്ഷയിക്കുന്നെന്നും ഈ കോശങ്ങളുടെ ക്ഷയത്തിൽ നിന്ന് അവനെ ഉദ്ധരിക്കാനുള്ള ശ്രമം ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതി ജയിക്കത്തില്ല. കാരണം മരണം ദൈവത്തിന്റെ നിത്യപ്രതിഭാസമാണ്. അത് രാജാവിനെയും ദരിദ്രനെയും ആര്യനെയും ദ്രാവിഡനെയും എല്ലാം ഒരുപോലെ സമാന്തരം കാണും. ചില ആരോഗ്യ സംഘടനകൾ പറയുന്നതനുസരിച്ച് ഒരു ദിവസം 5,64,000 പേര് വീതമാണ് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ ഏറെക്കുറെ 4 പേർ വീതം ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു വലിയ ക്യൂവിൽ നാം നിൽക്കുകയാണ്. നമ്മുടെ കേരളക്കരയിലെ ഏറ്റവും ശാന്തതയുള്ള ക്രമമായി നിൽക്കുന്നൊരു ക്യൂവുണ്ട്. മറ്റൊന്നുമല്ല, അത് നമ്മുടെ ചാരായം വിൽക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളുടെ മുൻപിലാണ്. എന്ത് അച്ചടക്കത്തിലാണ് നിൽക്കുന്നറിയോ? ഞാനും അമ്പരന്നിട്ടുണ്ട്. എന്തൊരു ഐക്യം, എന്തൊരു സ്നേഹം! മറ്റൊരിടത്തും ഇത്രയും ഐക്യത കണ്ടിട്ടില്ല. ബിവറേജിന്റെ വാതിക്കൽ ക്യൂ നിൽക്കുകയാണ്. ഇതുപോലെ മരണമെന്ന ഒരു വലിയ കവാടത്തിന്റെ മുൻപിൽ ഞാനും നിങ്ങളും കാവൽ നിൽക്കുകയാണ്. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ മരണമെന്ന പ്രതിഭാസത്താൽ ലോകം വിട്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചിന്താ വിഷയം മെശിഹായുടെ പ്രത്യക്ഷത എന്നുള്ളതാണ്.
ഒന്ന്, അഖിലാണ്ട സൃഷ്ടിയുടെ മുൻപിൽ മശിഹാ തമ്പുരാൻ പ്രത്യക്ഷനായി. രണ്ടാമത് ബൈബിൾ എഴുതിയിരിക്കുന്നു, കാലസമ്പൂർണതയിൽ യേശു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വന്നു. വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തൻ്റെ അമ്മയായ മറിയത്തോടുള്ള സംഭാഷണം ബൈബിളിൽ 2 ഭാഗത്തെടുത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, കാനാവിലെ കല്യാണ വീട്ടിലായിരുന്നു. അവിടെ കരുതി വെച്ച വീഞ്ഞു തീർന്നപ്പോൾ വ്യാകുലപ്പെട്ട് ആ വീട്ടുകാർ ഓടി മറിയത്തിന്റെ അടുക്കൽ ചെന്നു. മറിയം, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ദയവായി മകനൊരു അത്ഭുത മനുഷ്യനാണെന്നറിയാം, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമോ എന്ന്. അവരുടെ അപേക്ഷ കേട്ട് മറിയം ചെല്ലുമ്പോൾ അവിടെ യേശു വിളിക്കുന്നത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. തുടർന്നുള്ള ഒരു 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സംഭാഷണം എഴുതിയിട്ടില്ല. വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ക്രൂശിൽ മരിക്കാൻ കിടക്കുകയാണ്. ശരീരമാസകലനം അടിയേറ്റു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ട മശിഹാ തമ്പുരാൻ താഴേക്ക് നോക്കുമ്പോൾ തൻ്റെ അമ്മയായ മറിയം നിൽക്കുന്നു. തൻ്റെ ശിഷ്യഗണത്തിൽ ഒരുവനായ യോഹന്നാൻ നിൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് ഈ യേശു ഒരു വാക്ക് പറഞ്ഞു, ശിഷ്യ, ഇതാ നിന്റെ അമ്മ നിൽക്കുന്നു. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ നിൽക്കുന്നു. നമ്മൾ ചിന്തിക്കും കർത്താവായ യേശു മറിയത്തെ നിഷേധിച്ച് സംസാരിച്ചതായിരിക്കും. അല്ല സഹോദരങ്ങളെ, മറിയത്തിന്റെ സന്തതിയായ യേശു ലോകത്തിൽ വന്നെങ്കിലും ബൈബിൾ പറയുന്നു അത് സ്ത്രീയുടെ സന്തതിയായിരുന്നു. സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ സ്വർഗത്തിന്റെ സകല മഹിമകളെയും വിട്ട് സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ആട്ടിടയന്മാരുടെ പട്ടണമായ ബേഥലഹേം എന്ന പട്ടണത്തിൽ ജോസഫ് മറിയം ദമ്പതികളുടെ ആദ്യജാതനായി ജനിച്ചു. 33.5 വർഷക്കാലം ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ നാടോടി പ്രസംഗിയായി യോഹന്നാന്റെ കൈക്കീഴിൽ മശിഹാ തമ്പുരാൻ സ്നാനമേറ്റു. ആത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. 40 രാവും 40 പകലും പ്രാർത്ഥിച്ചു. അനന്തരം അവൻ എഴുന്നേറ്റു ദൈവരാജ്യം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. തന്നെ എന്തിനാണ് പരിശുദ്ധ പിതാവ് ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. യേശു പറഞ്ഞു, എളിയവരോട് സ്വവർത്തമാനം അറിയിപ്പാൻ യഹോവ എൻ്റെ മേൽ അഭിഷേകം പകർന്ന് എന്നെ അയച്ചിരിക്കുകയാണ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കണം, ബന്ധിതരുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയണം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനും കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനും സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവം എന്നുള്ള നിത്യസത്യം മനുഷ്യ മനസ്സിൽ വരച്ചു കൊടുക്കാനുമാണ് നമ്മുടെ മശിഹാ തമ്പുരാൻ താണലോകത്തിലേക്ക് വന്നു. വഞ്ചകനായ പിശാചു മനുഷ്യന്റെ മനസ്സിൽ അവന്റെ സിംഹാസനം സ്ഥാപിച്ചിട്ട് പറഞ്ഞു, ദൈവം ദുഷ്ടനാണ്, ദൈവം ഒരു നീചനാണ്, അവനൊരു സ്വച്ഛാധിപതിയാണ്, നാം എല്ലാവരും അവന്റെ അടിമകളാണ്, നിത്യം അവനെ സേവിച്ച് ജീവിക്കണമെന്നാണ് അവൻ പറയുന്നത്. ദൈവത്തിന്റെ ഒരു വികൃത രൂപം മനുഷ്യ മനസ്സിൽ വരച്ച് പിശാച് ദൈവത്തെക്കുറിച്ച് അതിയായ തെറ്റിദ്ധാരണ മനുഷ്യൻ ഉളവാക്കി കൊടുക്കുമ്പോൾ മശിഹാ തമ്പുരാൻ താണലോകത്തിൽ വന്നിട്ട് പറഞ്ഞു, സ്വർഗം ഒരു മനോഹര കുടുംബമാണ്, അവിടെ ഒരു വലിയ ഭവനമുണ്ട്, അവിടെ അനേക വാസസ്ഥലമുണ്ട്, നിങ്ങളുടെ പരിശുദ്ധ പിതാവ് കരുണയുള്ളവനാണ്, മാത്രമല്ല എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു. കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് വന്ന മശിഹായുടെ ആഗമനത്തിന്റെ ഉദ്ദേശമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എളിയവരോട് സ്വവർത്തമാനം അറിയിക്കണം, ബന്ധിതന്മാർക്ക് വിടുതൽ കൊടുക്കണം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കണം. ദൈവിക പദ്ധതിയുമായി വന്നു. അവസാന നിമിഷമായി തൻ്റെ ഈ ലോകത്തിലെ പ്രവൃത്തികൾ തികച്ചു. താൻ നിത്യതയിലേക്ക് പോകേണ്ട നാൾ അടുത്തെന്നറിഞ്ഞപ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഒരു വാക്കെടുത്ത് ഉച്ചരിച്ചിട്ടുണ്ട്. പരിശുദ്ധ പിതാവേ, ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ നീ ഹനനയാഗങ്ങളോ വഴിപാടോ നീ ഇച്ഛിച്ചില്ല, സർവാംഗ ഹോമയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ ദൈവം തമ്പുരാനേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. സർവാംഗ ഹോമയാഗങ്ങളിൽ നീ പ്രസാദിച്ചിട്ടില്ലെങ്കിലും നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നെന്നാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തൻ്റെ അന്തിമ അത്താഴത്തിൽ താൻ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാൽപാദം കഴുകിയ ശേഷം അവൻ അപ്പം എടുത്ത് വാഴ്ത്തി ഞുറുക്കി കൊടുത്തു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരമാണ്. മനുഷ്യാവതാരമെടുത്ത് ദാനലോകത്തിലേക്ക് വന്ന മശിഹാ തമ്പുരാന് പരിശുദ്ധ പിതാവ് ഒരു ശരീരം കൊടുത്താണ് അയച്ചത്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ലോകത്തിൽ വന്നു.
യേശുവിന്റെ ശരീരത്തെക്കുറിച്ച് ബൈബിൾ അനേക വിവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ദേഹം എന്ന തിരശ്ശീല ചീന്തി ജീവന്റെ പുതുവഴി തുറന്നു തന്നു. 33.5 വയസ്സ് പ്രായമുള്ള നമ്മുടെ മശിഹാ തമ്പുരാന്റെ മനോഹര രൂപമായ ശരീരത്തെ പൗലോസ് ലീഗ വിശേഷിപ്പിച്ചത് തിരശ്ശീല എന്നാണ്. ന്യായപ്രമാണയുഗത്തിൽ മോശയോട് ദൈവം സ്വർഗത്തിന്റെ കവാടം തുറന്നു കാണിച്ച ശേഷം ആലയത്തെ വേർതിരിക്കുമ്പോൾ മനോഹരമായ കർട്ടനുകൾ ഉണ്ടായിരുന്നു. 4 വിശേഷിക്കപ്പെട്ട നൂലുകളാൽ നെയ്തെടുത്തതായിരുന്നു ഈ മനോഹരമായ തിരശ്ശീല. ഈ തിരശ്ശീലയ്ക്ക് തുല്യമാണ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശരീരം. യേശു തമ്പുരാൻ തന്റെ ശരീരം ശിഷ്യന്മാർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. യേശുവിന്റെ ശരീരം ഒരു തിരശ്ശീലയാണ്, അത് ചീന്തി. ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്നില്ലേ, തൻ്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി അവൻ ജീവന്റെ പുതുവഴി നമുക്ക് തുറന്നു തന്നു. പിതാവിങ്കിലേക്കും ദൈവ നഗരത്തിലേക്കും ജീവവൃക്ഷത്തിലേക്കുമുള്ള വഴി നീതിയുള്ള പരിശുദ്ധ പിതാവ് യേശുവിന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് നമുക്ക് തുറന്നു തന്നു. അപ്പോൾ ഈ ലോകത്തിലേക്കുള്ള മശിഹായുടെ ആഗമനത്തിന്റെ 2ാം ഭാഗമാണ് നാം ചിന്തിച്ചത്. കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ആട്ടിടയന്മാരുടെ പട്ടണമായ ബേത്ലഹേമിൽ മശിഹാ തമ്പുരാൻ ജനിച്ചു. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. 3ാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മശിഹായുടെ പ്രത്യക്ഷതയുടെ 3ാമത്തെ വശം അത് കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണ് ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനും യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദും മശിഹായുടെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് സത്യമാണ്. ബൈബിൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോൾ മശിഹായുടെ പ്രത്യക്ഷതയുടെ പല ഭാഗങ്ങളെ നമുക്ക് കാണാം. മശിഹാ തമ്പുരാൻ പ്രത്യക്ഷനാകും. അടുത്ത ചോദ്യം, അത് എപ്പോഴായിരിക്കും? കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്നത് കൃപായുഗമാണ്. കൃപ എന്ന വാക്കിനെ നിങ്ങൾ നോക്കിയാൽ, അയോഗ്യനായ ഒരുവൻ യോഗ്യനായി തീരേണ്ടതിന് സൃഷ്ടാവായ ദൈവം അവനോട് കാണിക്കുന്ന കരുണ, അനുകമ്പ, മനസ്സരിവ്, ദയ ഇവയെ ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ കൃപ എന്ന വാക്ക് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ കാലത്തെ ഏതൊരു പാപി പശ്ചാത്തപിച്ചാലും സ്വർഗം കരുണയാലും കൃപയാലും അവനോട് ക്ഷമിക്കും. ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ യേശു വരും. ദൈവമക്കളെ, ക്രൈസ്തവ സമൂഹം ഇതുവരെയും കേട്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം ശബ്ദമായി കേട്ടത് മശിഹായുടെ മടങ്ങിവരവാണ്. വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു നാൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, എൻ്റെ പിതാവിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തില് അനേക കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു കൊട്ടാരം ഒരുക്കാൻ പോകുകയാണ്, തീർന്നാൽ ഉടനെ ഞാൻ മടങ്ങി വരാം. യേശുവിനെ അനുഗമിച്ച സ്ലീഹന്മാരെല്ലാം തങ്ങളുടെ പ്രഭാഷണങ്ങളിലും തങ്ങളുടെ എഴുത്തുകളിലും എല്ലാം മശിഹായുടെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ താൻ 100% പ്രതീക്ഷിച്ചിരുന്നു മശിഹായുടെ മടങ്ങിവരവിനെ താൻ കാണുമെന്ന്. അതുകൊണ്ട് കൂടെ കൂടെ നാം എല്ലാവരും എന്ന് പൗലോസ് ഉച്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ യേശു വരും. ദൈവമക്കളെ, യേശു പറഞ്ഞു, സ്ലീഹന്മാർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതിലുപരിയായി സ്വർഗാരോഹണ സമയത്ത് സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു, യേശു വരുമെന്ന്. യേശു എപ്പോഴായിരിക്കും വരുന്നത്? യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ത്? യേശു എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് ബൈബിൾ അടിസ്ഥാനത്തിൽ 4 വിഷയങ്ങളാണ്. 1, പരിശുദ്ധ പിതാവിൻ്റെ അനുമതി ലഭിച്ചാലേ നമ്മുടെ യേശു വരത്തുള്ളൂ. അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരു നാൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അത് എപ്പോഴായിരിക്കുമെന്ന്. അപ്പോൾ യേശു പറഞ്ഞു, അതെൻ്റെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. പിതാവ് പരമരഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വലിയ നഗ്നസത്യമാണ് മശിഹായുടെ മടങ്ങിവരവിൻ്റെ ദിനം. അതെൻ്റെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്. യേശുവിന് ഒരുപക്ഷെ അറിയാമായിരിക്കാം. പിതാവ് അറിയുന്ന ഏതൊന്നും യേശു അറിഞ്ഞിരുന്നല്ലോ. ശിഷ്യന്മാർ അത് പിൻഗാമികളോട് അറിയിക്കണ്ട എന്ന് ഓർത്തായിരിക്കാം യേശു പറഞ്ഞു, അതെൻ്റെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. 2ാമത് യേശു എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് അനന്തനിത്യതയുടെ നിവാസങ്ങൾ പണിതു തീരണം ദൈവമക്കളെ. അവിടെ 2 നിവാസങ്ങളെ പണിയുകയാണ്. ഒന്ന് യെരൂശലേം, മറ്റൊന്ന് സിയോൻ. യഹോവ സിയോനെ പണിത് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമെന്നാണ് ഭക്തന്മാർ പ്രവചന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് ബൈബിൾ പറയുന്നു, നിത്യതയിൽ പരിശുദ്ധ സഭയ്ക്കായി ഒരു നിവാസം ഒരുക്കുന്നു. ഒരുക്കി തീരുമ്പോൾ യേശു വരും.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് അങ്ങനല്ലേ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായി ഒരു വാസസ്ഥലം ഒരുക്കിയ ശേഷം നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുവാൻ വരാം. ഇനി മൂന്നാമത്തെ വിഷയം നമുക്ക് നോക്കാം. യേശു എപ്പോഴായിരിക്കും വരുന്നത്? സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച ജാതികൾക്കൊരു പൂർണ്ണസംഖ്യയുണ്ട് ദൈവമക്കളെ. ഇന്ന് യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ പറയുന്നൊന്നില്ല. എല്ലാവരും തുല്യരാണ് ദൈവമക്കളെ. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയ മതിൽക്കെട്ടുകളാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കിയത്. സൃഷ്ടാവായ ദൈവം അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. സകല ജാതികളോടും പ്രസംഗിക്കണം. മാനവരാശിയോട് അറിയിക്കുന്ന സുവിശേഷത്താൽ സ്വർഗം നിയോഗിച്ച, അവസാനമായി രക്ഷിക്കപ്പെടുവാൻ കൂടെ സ്വർഗം നിയോഗിച്ച വ്യക്തി രക്ഷിക്കപ്പെടുന്നത് വരെയും മശിഹായുടെ മടങ്ങി വരവ് താമസിക്കും. നാലാമത്തെ കാര്യം എപ്പോഴെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്നു, ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ നിവർത്തിയാകുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ഇപ്പോൾ 4 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, പിതാവ് സൂക്ഷിച്ചിരിക്കുന്ന സമയം ഇത് പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. 2, നിത്യതയുടെ നിവാസത്തിന്റെ വേല തീരണം. അവിടെ എത്രമാത്രം അതിൻ്റെ വേലകൾ അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ചു എന്നുള്ളത് അറിയാൻ നമുക്ക് നിവർത്തിയില്ല. 3, സുവിശേഷത്താൽ രക്ഷയ്ക്കായി നിയോഗിച്ചവരുടെ എണ്ണം എത്രയാണ്, എത്ര തികഞ്ഞിട്ടുണ്ട്, ബാക്കി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ 4-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. അത് ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളാണ് ദൈവമക്കളെ. ബൈബിൾ ഒരു മനോഹരമായ, ഇത് മതഗ്രന്ഥമല്ല, മാനവരാശിയുടെ രക്ഷയുടെ ഗ്രന്ഥമാണ്. 66 പുസ്തകത്തിൽ 1189 അധ്യായങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ ഈ ബൈബിളിൽ ഏറെക്കുറെ 1000-ഓളം പ്രവചനങ്ങളുണ്ട്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ അനേക പ്രവചനങ്ങളുണ്ട്. ഗുരു, നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്തടയാളമെന്ന് സ്ത്രീകന്മാരിൽ ആരോ ചോദിച്ചത് ആരെന്നറിഞ്ഞുകൂടാ. ആവശ്യം പൊതുവിൽ ഉള്ളതായതുകൊണ്ട് ചോദ്യം ചിഹ്നം സ്വർഗത്തിൽ എഴുതി ചേർത്തു, ഗുരു, നിന്റെ വരവിന് എന്തടയാളം? വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ചില അടയാളങ്ങൾ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിൽ നിവർത്തിച്ചു കഴിഞ്ഞു ദൈവമക്കളെ. മശിഹായുടെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ഏറെക്കുറെ 94% പ്രവചനം ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കുള്ളിൽ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രവാചകനായ ദാനിയേൽ, പ്രവാചകനായ എസ്കേൽ, പ്രവാചകനായ സഖരിയാവ്, സ്ലീഹന്മാരായ പത്രോസ്, സ്ലീഹന്മാരായ യോഹന്നാൻ, ഇവരൊക്കെ പറഞ്ഞ പ്രവചനങ്ങൾ ഈ ലോകത്തിൽ നിറവേറിക്കൊണ്ടേയിരിക്കുകയാണ്. മെസ്സിഹ എപ്പോൾ മടങ്ങി വരും? അപ്പോൾ പ്രവചനങ്ങൾ നിവൃത്തിയാകുമ്പോൾ യേശു വരും. യേശുവിന്റെ ആഗമനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെയാണ്: കർത്താവ് പ്രത്യക്ഷനാകും. എന്തിന്? പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാർക്കായിട്ട്. ഒന്ന് വായിച്ചാൽ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷത പാപത്തോടുകൂടിയാണോ എന്നാണ്? അല്ല. പാപത്തിന് ഉദ്ധാരണം നൽകേണ്ടതിന് സ്ത്രീയുടെ സന്തതിയായി ദൈവത്തിന്റെ ആട്ടിൻകുട്ടിയായിട്ടാണ് യേശു വന്നത്. മെസ്സിഹായുടെ അടുത്ത മടങ്ങി വരവ് കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണ്. കർത്താവ് പറഞ്ഞു, കള്ളനെ പോലെ വരും, നനയാത്ത നേരത്ത് വരും. ഇതിനപ്പുറമൊന്നും യേശു പറഞ്ഞില്ല. യേശുവിന്റെ സഹസഞ്ചാരികളായ സ്ലീഹന്മാരും അതിൻ്റെ ആഴങ്ങളൊന്നും പറഞ്ഞില്ല. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ യഹൂദ മത ആചാരങ്ങളെ വിട്ട് ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്ന വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ പ്രധാനപ്പെട്ട 2 ലേഖനങ്ങളിൽ ഈ സംഭവം എഴുതി. ഒന്ന് തെസ്സലോനിക്ക ലേഖനത്തിലാണ് യേശുവിന്റെ വരവിന്റെ മനോഹരമായ ഒരു ചിത്രം അദ്ദേഹം അവിടെ വരച്ചു കാണിച്ചു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു മടങ്ങി വരുമെന്നുള്ളത് യേശു പറഞ്ഞു. യേശു മടങ്ങി വരുമെന്നുള്ളത് ദൂതന്മാർ പറഞ്ഞു. യേശു മടങ്ങി വരുമെന്ന് സഹസഞ്ചാരികളായ സ്ത്രീകന്മാരും പറഞ്ഞു. പക്ഷേ ആ വരവിന്റെ സംഭവം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്.
ഇനിയും കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും അക്കാലത്തെ ഗ്രീക്കുകാർക്കിടയിൽ ഉണ്ടായ ചില ചോദ്യചിഹ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് മരിച്ചവൻ എങ്ങനെ ഉയർക്കും, അവൻ ഏതുവിധ ശരീരത്തോടുകൂടെ വരുമെന്ന് ഒരുവൻ ചോദിക്കാം. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ അത് ജീവിക്കുന്നില്ല. നീ ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയും വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ അതിന് ഓരോ ശരീരം കൊടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിഹായുടെ മടങ്ങിവരവിന്റെ ഒരു മനോഹര ചിത്രം കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെസ്സിഹാ തമ്പുരാൻ മടങ്ങി വരും എപ്പോൾ? അനന്തനിത്യതയുടെ നിവാസങ്ങളുടെ വേല തീരുമ്പോൾ, പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിവർത്തിയായി കഴിയുമ്പോൾ, പരിശുദ്ധ പിതാവ് അനുവദിക്കുമ്പോൾ, സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ യേശു വരും. യേശുവിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷത അതാണ്. വരവിന്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി. മെസ്സിഹായുടെ പ്രത്യക്ഷതയുടെ 4-ാം വശത്തേക്ക് നമുക്ക് പോകാം. എപ്പോഴായിരിക്കും യേശു വരുന്നത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുകയാണ്, അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ കരിമ്പടം പോലെയാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം നിങ്ങൾ ആകാശത്ത് കാണും. അവൻ തന്റെ ദൂതന്മാരെ അയച്ച് ആകാശത്തിന്റെ അറുതി തുടങ്ങി അറുതി വരെയുള്ള തന്റെ വൃതന്മാരെ ചേർക്കും. ഒന്ന് വായിച്ചാൽ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ വളരെ വ്യക്തമായി പറയുന്നു. ഒന്നാമത്തെ വരാനിരിക്കുന്ന കൃപായുഗത്തിന്റെ അന്ത്യത്തിങ്കൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്, നനയാത്ത നേരത്ത് കള്ളൻ വരുന്നത് പോലെയാണ്. നനയാത്ത നേരത്ത് യേശു വരും. എപ്പോഴാണ് യേശു വരുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാ. പരിശുദ്ധ സഭയെ, വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധ സഭയെ നിത്യതയിൽ ചേർക്കുവാൻ യേശു വരുന്നത് എപ്പോഴെന്ന് പറഞ്ഞിട്ടില്ല. നാളും നാഴികയും വ്യക്തമല്ല. ഡേ ആൻഡ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദിവസവും സമയവും എഴുതിയിട്ടില്ല. ചില ലക്ഷണങ്ങളും മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഈ സംഭവം നിങ്ങൾ നോക്കിക്കാട്ടെ, അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷമാണ്. അക്കാലത്തെ ശ്രദ്ധിച്ചാട്ടെ, അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം, ഒരു വലിയ കഷ്ടം കഴിഞ്ഞ ശേഷമാണ്. ഇനി ആ കഷ്ടം എന്താണെന്നൊന്ന് വായിച്ചേ. സൂര്യൻ ഇരുണ്ടുപോകും. സൂര്യൻ, മനോഹര രൂപിയായ സൂര്യൻ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകി മറിയും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. എപ്പോൾ? അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം. വീണ്ടും വായിച്ചാട്ടെ. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ആകാശത്തിന്റെ ശക്തി ഇളകി മറിഞ്ഞ് സൂര്യൻ കരിമ്പടം പോലെയായി ചന്ദ്രൻ രക്തതുല്യമായി തീർന്ന ശേഷം ഒരു വലിയ കഷ്ടം കഴിഞ്ഞിട്ട് യേശുവിന്റെ അടയാളം ആകാശത്ത് കാണും. ഇത് എപ്പോഴെന്നറിയാമോ? മശിഹായുടെ കൃപായുഗത്തിന്റെ അന്ത്യത്തിലുള്ള മടങ്ങിവരവിന് ശേഷം ഒരു 3.5 വർഷം കഴിഞ്ഞിട്ട് ഭൂമിയിൽ അന്ന് യെഹൂദക്രിസ്തു എന്ന 6ാമത്തെ സാമ്രാജ്യത്തിന്റെ അധിപതി ഭരിക്കുമ്പോൾ 666 എന്ന മുദ്ര ഏൽക്കാതെ രക്തസാക്ഷികളായി മരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ് യേശു അക്കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം ആകാശത്തിൽ പ്രത്യക്ഷനാകുന്നത്. അപ്പോൾ മശിഹായുടെ പ്രത്യക്ഷതയുടെ 4ാമത്തെ വശമാണ് നാം ചിന്തിച്ചത്. ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ പിന്നിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. 2ാമത്തെ പ്രത്യക്ഷതയുടെ പിന്നിലാണ് മാനവരാശിക്ക് വീണ്ടെടുപ്പുണ്ടായത്. 3ാമത്തെ പ്രത്യക്ഷതയോടുകൂടിയാണ് കൃപായുഗ വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് സ്വർഗങ്ങളിൽ എടുക്കപ്പെടുന്നത്. 4ാമത്തെ പ്രത്യക്ഷതയോടുകൂടിയാണ് രക്തസാക്ഷികളായ ഭക്തന്മാരെ ചേർക്കുന്നത്. 5ാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, സകല മനുഷ്യരും അവനെ കാണും. അടുത്ത വാക്ക്, അവനെ കുത്തിത്തുളച്ചവരും കൂടെ അവനെ കാണും. കർത്താവായ യേശുവിന്റെ വിലാപ്പുറം കുത്തിത്തുളച്ച റോമാക്കാർ കൂടെ കാണത്തക്ക രീതിയിൽ യേശു വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചാൽ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഏത് കണ്ണും
അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ 5-ാമത്തെ വശമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രത്യക്ഷത സകല ഭൂവാസികളും കാണുമെന്നാണ്. മെസ്സിഹാ തമ്പുരാൻ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞു പ്രാണനെ വിടുമ്പോൾ റോമൻ സൈന്യാധിപന്മാരിൽ ഒരുവനായവൻ തൻ്റെ വാഹന മൃഗമായ കുതിരയിൽ പുറത്തിരുന്നു കൊണ്ട് ഒരു സൈനികന്റെ നേരെ കുന്തം വലിച്ചെറിഞ്ഞു. ഇവൻ മരിച്ചോ ഇല്ലേന്ന് അറിഞ്ഞുകൂടാ. ശരീരത്തിലേറ്റ മുറിവുകളോ കൈകാലുകളിലേറ്റ മുറിവുകളോ ശിരസിൽ മുൾക്കിരീടം വെച്ചടിച്ച മുറിവുകളാലോ ഈ മഹാൻ മരിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഇവൻ മരിച്ചെന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന് ഒരു പടയാളി കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്ത് ഇടത് സൈഡിൽ വാരിയലുകൾക്കിടയിൽ കൂടെ ഒറ്റ കുത്തുകുത്തി പുറകോട്ട് വലിച്ചപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടൊഴുകി. ഇപ്പോൾ ഏറിയ വർഷം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്, അവനെ കുത്തി തുളച്ചവരും കൂടെ അവനെ കാണും. ഈ പ്രത്യക്ഷതയുടെ ഉദ്ദേശം എന്തായിരിക്കും? സഖരിയ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നു, ആ നാളിൽ അവൻ്റെ കാല് കിഴക്ക് ഒലുമലയിൽ ചവിട്ടും. നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തത് ഒലിവുമലയിൽ നിന്നാണ്. അവൻ തൻ്റെ ആ മുറിവേറ്റ കരങ്ങൾ ഉയർത്തി തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിച്ചിട്ട് വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ കാണും. പറഞ്ഞ ശേഷം യേശു സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ ആകാശത്തിലേക്ക് നോക്കി നിന്നു. സ്വർഗാരോഹണം ചെയ്ത സ്ഥലം ഒലിവുമലയിൽ നിന്നായിരുന്നു. മശിഹാ മനുഷ്യാവതാരം എടുക്കുന്നതിന് 500-ൽ പരം വർഷങ്ങൾക്കപ്പുറം യെരുശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനായ സഖരിയാവ് മശിഹായുടെ 5-ാമത്തെ പ്രത്യക്ഷതയെ കണ്ടിട്ട് പറയുന്നു, കിഴക്ക് ഒലിവുമലയിൽ അവന്റെ കാൽ ചവിട്ടും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. ഇതെപ്പോഴായിരിക്കും? ആഗമന ഉദ്ദേശം എന്തായിരിക്കും? ഇതെപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6-ാമത്തെ സാമ്രാജ്യമായ യേശുക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ഭൂമിയിൽ 7 വർഷക്കാലം ഭരിക്കും. പ്രാരംഭ 3.5 വർഷം അതിനെ ബൈബിൾ പണ്ഡിതന്മാർ ഉപദ്രവകാലം എന്നാണ് പറയുന്നത്. 2-ാമത്തെ 3.5 വർഷക്കാലം അതിന് വേദപുസ്തക പണ്ഡിതന്മാർ മഹോപദ്രവകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 3.5 വർഷക്കാലം കൃപായുഗത്തിൽ കൈവിടപ്പെട്ടു പോകുന്നവർ 666 എന്ന മുദ്രയേൽക്കാതെ രക്തസാക്ഷികളായി മരിക്കേണ്ടി വരും. അന്ന് യഹൂദൻ സുരക്ഷിതനായിരിക്കും. എന്നാൽ 2-ാമത്തെ 3.5 വർഷം ആരംഭിക്കുമ്പോൾ ബൈബിൾ യാക്കോബിന്റെ കഷ്ടമെന്നാണ് പറയുന്നത്. റാഹേൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി കരയുന്ന ശബ്ദം അന്ന് കേൾക്കേണ്ടി വരുമെന്നാണ് യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത്. ഇത് യഹൂദന്റെ കഷ്ടമാണ് ദൈവമക്കളെ. യഹൂദനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ബൈബിൾ ചരിത്രം നോക്കിയാൽ 4000-ഓളം അധികം വർഷം പഴക്കവും പാരമ്പര്യമുള്ള ഒരു ജാതിയാണ് യഹൂദൻ. അവന് ഇസ്രായേൽ എന്നാണ് പേര് പറയുന്നത്. ഇസ്രായേൽ എന്ന വാക്ക് ആദ്യം ഒരു വ്യക്തിയുടെ പേരായിരുന്നു, യാക്കോബിന്റെ പേരായിരുന്നു. പിന്നെ അതൊരു ജാതിയുടെ പേരായി മാറി. ഈ നവീന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് ഇസ്രായേൽ എന്നതൊരു രാജ്യത്തിന്റെ പേരാണ്. കേവലം തിരുവനന്തപുരം തുടങ്ങി ആലപ്പുഴ വരെയുള്ള കേരളത്തിലെ ജില്ലകളെ ഏകീകരിച്ചാൽ അത്രമാത്രം വലുപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേൽ ലോകത്തിന്റെ ഘടികാരമാണ്. മനുഷ്യൻ അമ്പരന്ന് നിൽക്കുകയാണ്. അവന്റെ നീക്കം നോക്കിയാണ് ലോകം മുഴുവൻ ഇന്ന് ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ ലോകം അടുത്ത കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ രാജ്യം, ഇത്രമാത്രം രക്തം ചൊരിഞ്ഞ ഒരു രാജ്യം ലോക ചരിത്രത്തിലില്ല. 4000-ലധികം വർഷം പഴക്കവും പരിചയം അവർക്കുണ്ട്. കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാം എന്നൊരുവനെ ദൈവം വിളിച്ച് തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാൽ ജന്മദേശത്തെ വിട്ട് കനാൻ എന്ന മനോഹര ദേശത്തേക്ക് പോയ അബ്രഹാമിന്റെ വംശപാരമ്പര്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ലോകത്തിൽ ഇതുപോലെ ശപിക്കപ്പെട്ടവരും ലോകത്തിൽ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരും ആരും തന്നെ ഇല്ല. 1948 അവന്റെ രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. സഖരിയ പറഞ്ഞെന്നറിയാമോ? ഞാൻ നിന്നെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, നിന്നെ ചുമക്കുന്നവനൊക്കെ കഠിനമായ മുറിവേൽക്കും. ഇന്ന് എവിടേക്ക് നാം നോക്കിയാലും
മശിഹാ തമ്പുരാനെ ക്രൂശിക്കുവാൻ പീലാത്തോസിന്റെ അരമനയിൽ വിസ്താരവേളയിൽ ആ പീലാത്തോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി ഒഴിയുമ്പോൾ അന്നത്തെ ഇസ്രായേൽ പരിശുദ്ധകൾ അലറി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വന്നോട്ടെ. ആ ഏറ്റുപറച്ചിൽ സ്വർഗം അങ്ങ് അംഗീകരിച്ചു. ദൈവമക്കളെ, മശിഹായുടെ ക്രൂശ് മരണത്തിന് ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. അവർ ഭൂമിയിൽ തെറ്റി ഉഴന്ന് നടക്കേണ്ടി വന്നു. തെരുവ് നായെപ്പോലെ ലോകത്തെമ്പാട് വലഞ്ഞു. 65 ലക്ഷം യഹൂദന്മാരെയാണ് ജർമ്മനിയുടെ ഭരണകർത്താവ് വ്യവസായ അടിസ്ഥാനത്തിൽ കൊന്നുമുടിച്ചത്. ഇന്ത്യ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ ഇവർ കുടിയേറി. 1948 വരെ തെരുവ് നായ്ക്ക് തുല്യരായി അലഞ്ഞു നടന്നു. ഒന്നാം ലോക മഹായുദ്ധം നടന്നു. 1914 തുടങ്ങി 19 വരെ ചെറിയ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ഉരസ്യ യുദ്ധമാണ്. യുദ്ധം ഭീകരതയായി മാറി. പിന്നീട് ഇനിയൊരു യുദ്ധം ഉണ്ടാകരുതേ എന്ന് ജനം അലറി വിളിച്ചു. ആ കാലത്ത് എന്തുണ്ടായി? ഒന്നാം ലോക മഹായുദ്ധത്തില് ഏതാണ്ട് 5 കോടി ജനങ്ങൾ മരിച്ചെന്നാണ് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. സമ്പൽ സമർത്ഥമായ പല രാഷ്ട്രങ്ങളും പട്ടിണി രാജ്യങ്ങളായി, ആയിരങ്ങൾ വികലാംഗരായി, ദുഃഖം നിറഞ്ഞതായിരുന്നു. യുദ്ധം വേണ്ട എന്നലറി. ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി ലോകത്തിന് എന്ത് കിട്ടി? വലിയൊരു സംഹാരനാശം. പക്ഷേ ഇസ്രായേലിന് ഒരു ഏകീകരണം കിട്ടി. രണ്ടാമത് 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 45 വരെ നീണ്ടു നിന്നു. ലോകത്തിൽ എന്ത് കിട്ടി? എത്ര കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചു. ഹിരോഷിമ, നാഗസാക്കി എന്ന പ്രശസ്തമായ 2 പട്ടണമെങ്കിൽ ബ്രിട്ടനും സഖ്യകക്ഷികളും ചേർന്ന് ബോംബിട്ട് ആയിരങ്ങളെ കൊന്നുമുടിച്ചു. ലോകത്തിന് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. പകരം യഹൂദന് തന്റെ രാജ്യം കിട്ടി. 1948 സ്ഥാപിക്കപ്പെട്ടതാണ് അവന്റെ രാജ്യം. അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ ഒക്കുന്നില്ല. ഒരു കാലത്ത് അവർ കുടിയേറി പാർത്തിരുന്ന ആ രാജ്യങ്ങളിലൊക്കെ അവരെ അനുഗ്രഹിച്ചിരുന്നു ദൈവം. ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ, നിന്റെ സന്തതിക്ക് മാനവും മഹത്വവും മഹിമയെല്ലാം കിട്ടുമെന്നാണ്. ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച എല്ലാ കാര്യത്തിന്റെ പിന്നിൽ ഇവനുണ്ടായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ യഹൂദ വംശത്തിലാണ് ജനിച്ചത്. മതപരമായി മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിച്ച മശിഹാ തമ്പുരാൻ ജനിച്ചത് യഹൂദന്റെ വംശത്തിലാണ്. മശിഹായുടെ ക്രൂശ് മരണത്തിന് ശേഷം ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനം എഴുതിയുണ്ടാക്കിയ മഹാനായ കാറൽ മാർക്സ് യഹൂദനായിരുന്നു. ശാസ്ത്രീയ മണ്ഡലത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച ആറ്റമിക് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം യഹൂദനായിരുന്നു. ഇവർക്കെല്ലാം മാനവും മഹത്വവും ദൈവം തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്തു. ഇന്ന് അവൻ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലായി തീരുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം അവന്റെ മുമ്പിൽ ഞെട്ടിവിറയ്ക്കുന്നു. ശാപപൂരിതമായി കിടന്നു. സോദോമിൽ ലോത്തിന്റെ കാലത്ത് തീയിറങ്ങി കത്തിജ്വലിച്ച ചാവുകടൽ. ബ്രിട്ടീഷുകാർ, ശാസ്ത്ര ലോകത്തിന് അടിസ്ഥാനം ഭാഗ്യ ബ്രിട്ടീഷുകാർ ചാവുകടലിനെ അരിച്ചു പെറുക്കിയിട്ട് വെറും കൈപ്പുപ്പാണെന്ന് എഴുതി തള്ളിയ ആ മനോഹരമായ നദിയിൽ ഇന്ന് കോടിക്കണക്കിന് ധാതു ലവണങ്ങളുണ്ട്. യുറേനിയം, തോറിയം, പ്രോട്ടറ്റിനിയം തുടങ്ങിയ വിലപ്പെട്ട ധാതു ലവണങ്ങളാൽ അവന്റെ നാട് സന്തുഷ്ടമാണ്. യാദൃശ്യമല്ല ദൈവമക്കളെ. പ്രവാചകനായ യെശയ്യാ പറഞ്ഞു, ഇസ്രായേലേ, നിന്റെ ജനം നിന്റെ അടുക്കൽ വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒരു കാലത്ത് അറബികൾ ഒട്ടകത്തെ കെട്ടുകയും മുക്കുവന്മാർ വലവിരിക്കുകയും കുറുക്കനും മൂങ്ങായും രാവാർക്കുകയും ചെയ്ത ശപിക്കപ്പെട്ട ദേശം ഇന്ന് കാർഷിക മേഖലയിൽ ഏറ്റവും ഉയരങ്ങളിലാണ്. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ശാസ്ത്രീയ രീതിയിൽ കൃഷി ചെയ്യുന്നു. എന്തൊരത്ഭുതം! ചെറിയ രാജ്യമാണ്. സമ്പൽ സമൃദ്ധി മുന്നിലേക്ക് കുതിക്കുന്നു. ശാസ്ത്രീയ പുരോഗതി മുൻപിലാണ്. ആർക്കും അവന്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുന്നില്ല. കാരണം എന്താ? ഇത് ബൈബിൾ സത്യങ്ങളായിരുന്നു. ഒരു നാൾ മശിഹാ തമ്പുരാൻ സ്വന്തം ജനത്തിലേക്ക് വന്നു. തെരുവിൽ നിന്നൊരു അത്തിയെ കണ്ടു. അത്തിയിൽ ഫലമില്ലാതെ വന്നപ്പോൾ മശിഹാ അത്തിയെ ശപിച്ചു. ഈ ശപിക്കപ്പെട്ട അത്തി യഹൂദനായിരുന്നു. ശാപയോഗ്യനായ ഇവൻ രാജ്യം നഷ്ടപ്പെട്ട് തെറ്റിവിഴുന്നു. എന്നാൽ യേശു പറഞ്ഞു, അത്തി വീണ്ടും തളിർക്കുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തെന്ന് നിങ്ങൾ അറിഞ്ഞോണം. വാടി ഉണങ്ങി ലോകത്തെമ്പാടും ചെതറിപ്പോയി. ജർമ്മൻ ഭരണകർത്താവായ ഹിറ്റ്ലർ പറഞ്ഞു, യഹൂദന്റെ ഒരു നാമം ഞാൻ ഭൂമിയിൽ കാണിക്കത്തില്ലെന്ന്.
60ഓളം ലക്ഷം യഹൂദന്മാരെ അവൻ വ്യവസായ അടിസ്ഥാനത്തിൽ കൊന്നുമുടിച്ചു. യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോ എവിടെ കയറിയാലും ഇവന് കഷ്ടതയോട് കഷ്ടതയായിരുന്നു. എന്നാൽ ഇന്ന് അവനോട് ആരും ഞോണ്ടിക്കളിക്കാൻ ചെല്ലത്തില്ല. ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ അവന് ഭയങ്കര ഭയമാണ്. നമ്മുടെ ആർമി ക്യാമ്പുകളിൽ നമ്മുടെ ആർമിക്ക് പോലുള്ള കോച്ചിങ് കൊടുക്കുന്നത് പോലും അവരുടെ ശാസ്ത്രീയ രീതിയിലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ വരവ് അപ്പോൾ യഹൂദന്റെ ഒരു കഷ്ടതയുടെ കാലമുണ്ട് ദൈവമക്കളെ. ഇന്ന് ലോകത്തിൽ യഹൂദൻ വലിയവനാണ്, പക്ഷെ അവൻ ആലയമില്ല. അവൻ ആലയമില്ലാതെ അവൻ വെമ്പൽ കൊണ്ട് നടക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ പുരാതന കാലം തുടങ്ങി ആലയമുള്ള ജാതിയാണ് യഹൂദൻ. മഹാനായ സോളമൻ പണി കഴിപ്പിച്ചാലയം, മഹാനായ കോരസ് പണി കഴിപ്പിച്ചാലയം, മഹാനായ ഹേരോദാവ് പണി കഴിപ്പിച്ചാലയം, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവന്റെ ആലയം നഷ്ടപ്പെട്ടു. 1974 യഹൂദയിലെ ഭക്തന്മാർ അല്ലെങ്കിൽ ഭക്തന്മാരായവർ ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചു. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഘടന. അവർ അവരുടെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം ആലയം പണിക്ക് വേണ്ടി ഇന്ന് സമ്പാദിച്ചു വെച്ചിരിക്കുക. അടുത്ത കാലത്ത് നിങ്ങൾ നെറ്റിലും പേപ്പറുകളൊക്കെ വായിച്ചോ? UN ആവശ്യപ്പെടുകയാണ്, 28 മണിക്കൂർ ഞങ്ങൾക്ക് അനുവദിച്ചാൽ മഹാനായ സോളമൻ പണി കഴിപ്പിച്ചതുപോലെ ഞങ്ങൾ ആലയം പണിതുകൊള്ളാം. പണി നടക്കത്തില്ല. കാര്യം എന്താണ്? അതിന്റെ കാരണം ലോകത്തിലെ 89 രാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. ഏറെക്കുറെ 160 കോടിയിലധികം ഇസ്ലാമികരുണ്ട്. അവരുടെ ഭൂമിയിലെ ഏറ്റവും പ്രശസ്തമായ 3ാമത്തെ ദേവാലയമാണ് ഇന്ന് അവിടെ ഇരിക്കുന്നത്. ഈ സ്ഥലത്തായിരുന്നു അബ്രഹാം തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ യാഗം കഴിച്ച മോറിയാസ് ദേശം. യഹൂദന്മാർ സ്വദേശം നഷ്ടപ്പെട്ട ശേഷം പിൽക്കാലത്ത് ഇത് ടർക്കിയുടെ അധീനതയിൽ വരുമ്പോൾ അക്കാലത്തെ ഇസ്ലാമിക ഭക്തനായ ഒരു രാജാവാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മക്ക മദീന കഴിഞ്ഞാൽ പ്രശസ്തമായ ഈ ആലയം അത് പൊളിച്ച് യഹൂദൻ ആലയം പണി എന്ന് പറയുന്നത് പെട്ടെന്നുള്ള കാര്യമല്ല. അടുത്ത കാലത്ത് UN അവർ അപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ആലയം പണിത് തരണം. എപ്പോൾ സംഭവിക്കുന്നത് ചോദിച്ചാൽ സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് ആഗോളവ്യാപകമായി മുഴു മനുഷ്യനെയും ഭരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഇസ്ലാമിക ദേവാലയത്തിന് നീക്കം വരുത്തി അവിടെ യഹൂദന്റെ ദേവാലയം പണിയും. ഇപ്പോൾ ആലയം പണിയുവാനുള്ള കല്ലുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആലയത്തിൽ യാഗമർപ്പിക്കാനുള്ള ചുമന്ന പശുക്കളെ പ്രത്യേക ഫാമുകളിൽ വളർത്തിയെടുക്കുകയാണ്. മഹാപുരോഹിതൻ ധരിക്കുവാൻ ആവശ്യമുള്ള മാർപതക്കത്തിന്റെ വിലയേറിയ രത്നങ്ങൾ അവൻ സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ഒരുക്കം ലോകത്തിൽ നടക്കുന്നു ദൈവമക്കളെ. മെസ്സിഹായുടെ പ്രത്യക്ഷതയുടെ 5ാമത്തെ വർഷം അത് സകല മനുഷ്യരും അവനെ കാണും. അവനെ കുത്തി തുളച്ചവരും കൂടെ കാണും. എവിടെയാണ്? അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ വന്ന് ചവിട്ടും. ഒലിവുമല 2ആയി വിഭജിക്കപ്പെടും. എന്തിനു വേണ്ടി? അതിന് ബൈബിൾ പറയുന്നത് അർമഗദോൻ യുദ്ധത്തിന് വേണ്ടിയാണ്. 2ാം ഘട്ടം യഹൂദന്മാരുടെ കഷ്ടകാലമാണ്. നമുക്ക് പിന്നീട് പുറകിലേക്ക് ഇറങ്ങി വന്ന് അതിനെക്കുറിച്ച് തുറന്നു പഠിക്കാം. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷതയുടെ ഒരു ചെറിയ രൂപം നിങ്ങളുടെ മനസ്സിൽ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ പ്രത്യക്ഷത വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്ന മറ്റു മതങ്ങളുണ്ടെങ്കിലും ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിൾ വളരെ ആഴത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 1, യേശു പ്രത്യക്ഷപ്പെട്ടത് സൃഷ്ടിയുടെ ആരംഭത്തിലാണ്. 2, യേശു പ്രത്യക്ഷപ്പെട്ടത് പിശാചിന്റെ പ്രവൃത്തിയിൽ ഏൽപ്പാൻ കാലത്തിന്റെ സമ്പൂർണതയിലാണ്. 3, ഇനി യേശു പ്രത്യക്ഷപ്പെടുന്നത് ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിലാണ്. 4, യേശു പ്രത്യക്ഷപ്പെടുന്നത് ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷമാണ്. വീണ്ടും യേശു പ്രത്യക്ഷപ്പെടുന്നത് സകലരും അവനെ കാണത്തക്കവണ്ണം അവന്റെ കാല് കിഴക്ക് ഒലിവുമലയിൽ വന്ന് ചവിട്ടുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം ദൈവമക്കളെ. നമ്മുടെ പക്കൽ ലഭിച്ചിരുന്ന പ്രചരണ മാധ്യമത്തിലെ 2ാമത്തെ ചോദ്യം, തകർന്നുടഞ്ഞ സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ തിരികെ സ്ഥാപിക്കപ്പെടുമോ? നല്ലൊരു ചോദ്യമാണ്. ഭൂമിയിൽ തകർന്നുടഞ്ഞ സാമ്രാജ്യങ്ങൾ തിരികെ വരുമോ? ഈ കോട്ടയം പട്ടണത്തെ നോക്കിയാൽ പുരാതന കാലം തുടങ്ങി ക്രൈസ്തവരുടെ വേരുകൾ പടർന്നു പിടിച്ചവരും അനേക വേദപണ്ഡിതന്മാരും തിങ്ങിപ്പാർത്തിട്ടുള്ള ദേശമാണ്. ഞാൻ പറയും മുമ്പ് തന്നെ ശ്രോതാക്കളായി നിങ്ങൾ ഇതിൻ്റെ ആഴം കേട്ട് ഗ്രഹിച്ചിട്ടുള്ളവരും അങ്ങനെയുള്ളവരുടെ തലമുറകളിൽ ജനിച്ചിട്ടുള്ളവരുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ അടുത്ത ഭാഗത്തേക്ക് നമുക്കൊന്ന് ചുരുക്കമായി ചിന്തിക്കാം. തകർന്ന സാമ്രാജ്യം ഇനിയും ഭൂമിയിൽ എഴുന്നേറ്റ് വരുമോ? ഒരു വാക്ക് വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ചാട്ട് 17-8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും അത് മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതും, പക്ഷേ ഇപ്പോൾ അതില്ല. ഇനി അഗാധത്തിൽ നിന്ന് കയറി അത് അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്നു. നമ്മുടെ അടുത്ത ചോദ്യചിഹ്നം, തകർന്നുടന്ന സാമ്രാജ്യങ്ങൾ വീണ്ടും ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. യേശുവിന്റെ വരവിന്റെ ഒരു രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, തകർന്നുടഞ്ഞ സാമ്രാജ്യം ഭൂമിയിൽ വരുമോ? സാമ്രാജ്യ ശക്തികളെ കുറിച്ച് നമുക്ക് ചുരുക്കമായെന്ന് പഠിക്കാം. ലോകത്തിൽ അനേക സാമ്രാജ്യ ശക്തികളുണ്ട്. ആഗോളവ്യാപകമായുള്ള സംഭവമല്ലിത്. ഇത് ഇസ്രായേൽ ഭരിച്ചിട്ടുള്ള സാമ്രാജ്യ ശക്തികളെ കുറിച്ചാണ്. വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഒരു വാക്ക് വായിച്ചു കേട്ടല്ലോ, മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും, ഇനി അടുത്തത് സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്നൊരു മൃഗം. ആരാണ് ഈ മൃഗം? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികളൊന്ന് വായിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹാസമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു. അതിൻ്റെ തല സിംഹത്തിന്റെ തല പോലിരിക്കുന്നു. അതിൻ്റെ ശരീരം പുള്ളിപ്പുലിയുടെ ശരീരം പോലിരിക്കുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടെ കാലുപോലിരിക്കുന്നു. അതിന് 10 കൊമ്പുകൾ ഉണ്ടായിരുന്നു. വായിച്ചാട്ട്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അടുത്തത്, ഞാൻ കണ്ട മൃഗമോ പുള്ളിപ്പുലിക്ക് സദൃശ്യവും, ശരീരം പുള്ളിപ്പുലിക്ക് തുല്യമാണ്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും, കരടിക്ക് തുല്യമാണ്. വായ് സിംഹത്തിന്റെ വായ് വാ പോലെയാണ്. വ്യത്യസ്തപ്പെട്ട 4 മൃഗങ്ങളെ ഏകീകരിച്ചുകൊണ്ടാണ് ഇവിടെ നാം കാണുന്നത്. ലോകത്തിലെ ഒരു വനത്തിലും ഒരു കാഴ്ച ബംഗ്ലാവിലും ഒരു സർക്കസ് കൂടാരത്തിലും ഇങ്ങനെ ഒരു മൃഗം കാണത്തില്ല. നമുക്ക് ആഴമായി ഒന്നും ഗ്രഹിക്കാനത്തില്ലേ. നമ്മൾ ചിന്തിക്കും ബൈബിളിൽ എന്തൊക്കെ പൊട്ടത്തരം എഴുതി വെച്ചിരിക്കുകയാണ്. നല്ല സഹോദരങ്ങൾ, നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചു, മുമ്പ് ഇവൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവനില്ല, ഇനി ഇവൻ എഴുന്നേറ്റ് വരും. അപ്പോൾ 4 മൃഗങ്ങൾ ചേർന്നാണ് ഒരു മൃഗമായിട്ട് വരുന്നത്. വേദപുസ്തകത്തിൽ മുൻപ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടത് പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചു കേട്ടത്. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളിപ്പോൾ വായിച്ചു കേട്ടത്. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ പ്രവചന പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അവിടെ ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ അക്കാലത്ത് ബാബിലോൺ അല്ലെങ്കിൽ ഇറാഖ് എന്ന രാജ്യം ഭരിച്ചിരുന്ന നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് കണ്ട ഒരു സാമ്രാജ്യ ബിംബത്തെ നമുക്ക് കാണാം. വ്യത്യസ്തമായ രൂപമുള്ള വിവിധമായ ലോഹങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു മനോഹര സ്വപ്നം താൻ കാണുകയാണ്. തല പൊന്നുകൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അതിൻ്റെ അരിയുടെ ഭാഗം താമ്രം കൊണ്ട്, കാലിൻ്റെ തുട ഇരുമ്പ് കൊണ്ട്, കാലിൻ്റെ പകുതി ഇരുമ്പ് പകുതി കളിമണ്ണ്. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ഇതിൻ്റെ കാലിൽ തട്ടി ഈ വലിയ സാമ്രാജ്യബിംബം തകർന്ന് അത് കാറ്റത്തെ പതിർപോലെ പറന്നുപോയി. നിങ്ങൾക്കിത് വളരെ സുപരിചിതമാണ്, അത് പറഞ്ഞ് ഞാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നെബൂഖദ്നേസർ എന്ന രാജാവ് കണ്ട ദർശനമാണ്. ദാനിയേൽ ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതേ സംഭവം ഏറിയ വർഷങ്ങൾക്ക് ശേഷം ദാനിയേൽ കണ്ടു. പക്ഷേ ദാനിയേൽ കണ്ടപ്പോൾ കുറെ കൂടെ വ്യത്യസ്തമാണ്. 2-ാം അധ്യായത്തിൽ മഹാനായ നെബൂഖദ്നേസർ കണ്ടപ്പോൾ ഇതൊരു സാമ്രാജ്യ ബിംബമാണ്. എന്നാൽ ദാനിയേൽ കണ്ടപ്പോൾ ഇത് 4 മൃഗങ്ങളാണ്. ശ്രദ്ധയെ നമുക്ക് ദാനിയേൽ പ്രവചനത്തിലേക്ക് കൊണ്ടുവരാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും. ദാനിയേൽ കാണുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റ് സമുദ്രത്തിൽ അടിച്ചിട്ട് സമുദ്രത്തിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വരികയാണ്.
ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശ്യം, സിംഹത്തിന് തുല്യനായ ഒരു മൃഗം കയറി വന്നു. ഇതാരായിരുന്നെന്നറിയാമോ? ഇതായിരുന്നു ഇസ്രായേലിനെ ആദ്യം ആക്രമിച്ച് അവിടെ കോളനി വാഴ്ച നടത്തിയ ബാബിലോണിയ സാമ്രാജ്യം, ഇറാഖ്. ഇന്നത്തെ ഇറാഖ് നമ്മുടെ ബഹുമാനപ്പെട്ട സദാം ഹുസൈൻ്റെ ജന്മദേശമായ ഇറാഖ്. ഇത് പുരാതന ദേശമാണ്. അവിടെ വാണിരുന്ന ഒരു രാജാവായിരുന്നു നെബൂഖദ്നേസർ. BC 606 അദ്ദേഹം അയൽ രാജ്യമായ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി മഹാനായ സോളമൻ പണികഴിപ്പിച്ച ആലയം നശിപ്പിച്ച് രാജകുടുംബത്തിലെ ഒരു വലിയ സമൂഹത്തെ തൻ്റെ ദേശത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ തുടർന്ന് ഇറാഖിന്റെ കോളനി ആയിരുന്നു ഇന്നത്തെ ഇസ്രായേൽ. അവരെ ഏതാണ്ട് 84 വർഷക്കാലം അവർ അവിടെ ഭരിച്ചിരുന്നു. BC 606 തുടങ്ങി ഏറെക്കുറെ BC 538 വരെയുള്ള കാലം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദാവീദ്, സോളമൻ, ശൗൽ തുടങ്ങിയ പരാക്രമികളായ രാജാക്കന്മാർ വാണിരുന്ന ഈ രാജ്യത്ത് ഇറാഖ് കോളനി വാഴ്ച നടത്തി. 3 പ്രശസ്ത ചക്രവർത്തിമാർ വാണിരുന്നു. ബെൽസസർ എന്ന ചക്രവർത്തിയുടെ കാലത്ത് ഈ സാമ്രാജ്യം അസ്തമിച്ചു. തുടർന്ന് പേർഷ്യ എന്ന സാമ്രാജ്യമാണ്. ദാനിയേൽ കാണുമ്പോൾ അടുത്തതായി കാണുന്നത് കരടിക്ക് തുല്യമാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കരടി പോലൊരു മൃഗം, കരടി കയറി വരുന്നു. ഒരു കര ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അവന്റെ വായിൽ 3 വാരിയെല്ലുകളുണ്ട്. ഒന്നാമത്തേത് സിംഹത്തിന് തുല്യനായിരുന്നു. അവന് 4 ചിറകുണ്ടായിരുന്നു. പക്ഷെ അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ വീണുപോയി. 84 വർഷം ഇവനായിരുന്നു ഇസ്രായേലിനെ കോളനി വാഴ്ച നടത്തി. 3 ചക്രവർത്തിമാർ വാണിരുന്നു. ബേൽസസറിന്റെ കാലത്ത് സാമ്രാജ്യം കയ്യിൽ നിന്ന് പോയി. പിന്നീട് അടുത്തതായി കാണുന്നത് കരടിയാണ്. വായിച്ചാട്ട് 7-ാം അധ്യായം 5-ാം വാക്യം. രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. രണ്ടാമത്തെ മൃഗം കരടിയോട് സദൃശ്യം. മുമ്പേ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് അങ്ങും ഇങ്ങും ഓടിപ്പോകരുത്. പ്രാരംഭത്തിലൊരു വാക്യം നിങ്ങൾ വായിച്ചു, മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല, ഇനിയും കയറി വരുമെന്നാണ് വായിച്ചിരിക്കുന്നത്. കയറി വന്നവനെ കണ്ടപ്പോൾ പറയുകയാണ്, തല സിംഹത്തിൻ്റെതാണ്, ശരീരം പുള്ളിപ്പുലിയുടേതാണ്, കാല് കരടിയുടേതാണ്. അപ്പോൾ ഈ സംഭവത്തിന് ഏറെക്കുറെ 600ഓളം വർഷത്തിനപ്പുറം ദാനിയേൽ കണ്ടിട്ട് പറയുന്നു, ഒന്നാമത്തവൻ കയറി വന്നു, ബാബിലോണിയ സാമ്രാജ്യമാണ്, അവൻ സിംഹത്തിന് തുല്യനാണ്. രണ്ടാമത്തവൻ കയറി വന്നു, അവൻ കരടിയോട് സദൃശ്യമാണ്. ഇതാണ് ഇന്നത്തെ ഇറാൻ. നമ്മുടെ ഇന്നത്തെ നവീന കാലഘട്ടത്തിലെ ഇറാനെയാണ് ബൈബിൾ പേർഷ്യ എന്ന് പറയുന്നത്. അവിടുത്തെ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു മഹാനായ കാംബിയാസ്. അദ്ദേഹത്തിന്റെ ഈ നെബൂഖദ്നേസറിന്റെ കീഴിലുള്ള ഒരു രാജ്യമായിരുന്നു. എന്നാൽ കാംബിയാസിന്റെ മൂത്ത മകനാണ് ബൈബിൾ കോരസ് എന്നും ചരിത്രകാരന്മാർ സൈറസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന മഹാനായ രാജാവ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ബാബിലോണിയ സാമ്രാജ്യത്തെ ആക്രമിച്ചു. പേർഷ്യൻ രാജാവായ കാംബിയാസിന്റെ മൂത്ത മകനായ കോരസ്, ഇദ്ദേഹം ജനിക്കുന്നതിന് 170 വർഷം മുമ്പ് തന്നെ ഇസ്രായേൽ പ്രവാചകന്മാരിൽ ഒരുവനായ യെശയ്യാവ് ഈ സംഭവം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പ്രവചന നിവൃത്തി എന്ന വണ്ണം ഇദ്ദേഹം കയറി ആക്രമിച്ചു. ദാര്യാവേശ് രണ്ടാമന്റെ കാലത്ത് വരെയും ഇത് തുടർന്നു. ഇവരെ ഏറെക്കുറെ 200 വർഷം ഈ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തി. 200 വർഷം ഇന്നത്തെ ഇറാൻകാർ പേർഷ്യ എന്ന പേരോടുകൂടി 200 വർഷം ഭരിച്ചു. പ്രശസ്തരായ 11 ചക്രവർത്തിമാർ ഈ ഇറാനിൽ നിന്നുകൊണ്ട് ഈ പാലസ്തീനെയും ഇസ്രായേലിനും കോളനി വാഴ്ച നടത്തി. എന്നാൽ ദാര്യാവേശ് രണ്ടാമന്റെ കാലത്ത് ഈ സാമ്രാജ്യം അസ്തമിച്ചു. മൂന്നാമത്തെ മൃഗം കയറി വരുന്നു. രൂപം പുള്ളിപ്പുലിയുടേതാണ്. പുള്ളിപ്പുലിയെ കുറിച്ച് നമുക്കറിയാം. അതിവേഗം ഓടുകയും കർണകൂടാതെ ഇരയെ വേട്ടയാടുകയും ഇരയുടെ ജീവൻ പോകും മുമ്പ് തന്നെ ചുടിരക്തത്തോടും ചുടുമാംസം കടിച്ചു തിന്നുന്ന ഒരു ക്രൂര മൃഗമാണ് ഈ പുള്ളിപ്പുലി എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചാട്ട് മൂന്നാമത്തെ ആള് എത്ര? 7-ാം അധ്യായം ദാനിയേൽ 7:6. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ ഒരുത്തൻ. ഒന്നാമത്തവൻ സിംഹം, രണ്ടാമത്തവൻ കരടി, മൂന്നാമത്തവൻ പുള്ളിപ്പുലി. മൂന്നാമത്തെ ഒരു പുള്ളിപ്പുലി കയറി വന്നു. ഇവൻ ആരാണെന്നറിയാമോ? ഇവനെ ഗ്രീക്ക് സാമ്രാജ്യമാണ്. മാക്സിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയായ ഒളിമ്പ്യാസിൽ നിന്ന് ജനിച്ച ഒരു സന്തതിയായിരുന്നു മഹാനായ അലക്സാണ്ടർ.
അദ്ദേഹം ഗ്രീക്ക് ദേവനായ പിയൂസിന്റെ പിൻഗാമിയാണെന്നാണ് അക്കാലത്ത് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. പില്ലിയോ എന്നൊരു ഗ്രാമത്തിലായിരുന്നു താൻ ജനിച്ചിരുന്നത്. മഹാനായ അരിസ്റ്റോട്ടിൽ തൻ്റെ ഗുരുവായിരുന്നു. തന്നോടൊപ്പം പാഠകശാലയിൽ അല്ലെങ്കിൽ സൈനികശാലയിൽ പഠിച്ച ചില സൈനികർ തന്നോടുകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് തൻ്റെ സാമ്രാജ്യം ഉടഞ്ഞുപോയി. മുഴു ലോകത്തെയും അവൻ ചുറ്റിത്തിരിഞ്ഞ് വേട്ടയാടി. ഏറ്റവും ഒടുവിൽ ഭാരതത്തിൽ വന്നാണ് യുദ്ധം അവസാനിച്ച് മടങ്ങിപ്പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ഒന്നായി കിടക്കും കാലത്ത് സിന്ധു നദി തീരത്ത് പടയുമായി വരുന്ന അലക്സാണ്ടറിനെ ഹൈന്ദവ സന്യാസിമാരാണ് തടഞ്ഞത്. അല്ലയോ മഹാനായ അലക്സാണ്ടറെ, അങ്ങയുടെ പടയോട്ടം എന്തിനാണ്? യൗവനത്വം തുളുമ്പി നിൽക്കുന്ന ശരീരം മുഴുവൻ മുറിപ്പാടല്ലേ? എത്ര രാജകുടുംബങ്ങളെ കൊന്നുകളഞ്ഞു, ഇതുകൊണ്ട് എന്തു നേടി എന്ന് ചോദിച്ചു. മാത്രമല്ല, ദീർഘകാലത്തെ യുദ്ധവും യാത്രയും നിമിത്തം തൻ്റെ സൈനികർക്കിടയിൽ ഇടർച്ചയുണ്ടെന്നും വിശ്വസ്ത സൈനാധിപനെ കോപനിമിത്തം കുന്തം കൊണ്ട് കുത്തിക്കൊല്ലിയൊക്കെ ചെയ്തപ്പോൾ ആകെ നിരാശപ്പെട്ട് യാത്ര തിരിച്ചു. യാത്ര മധ്യേ മഹാനായവൻ കപ്പലിൽ വെച്ച് മരിച്ചു. അവൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം അസ്തമിച്ചു. കേവലം 9 വർഷം ഗ്രീക്കുകാർ അവിടെ കോളനി വാഴ്ച നടത്തി. തൻ്റെ മരണത്തോടുകൂടെ തൻ്റെ 4 സൈനികരായ ലിസിമാക്കസ്, കസാൻഡർ, സെലൂക്കിയസ്, ടോളമി, ഈ 4 സൈനാധിപന്മാർ ഈ ലോകത്തിൽ അലക്സാണ്ടർ വെട്ടിപ്പിടിച്ച, പടയോട്ടം നടത്തി ആക്രമിച്ച രാജ്യങ്ങളെ ലീഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിൽക്കാലത്ത് വടക്കൻ രാജാവും തെക്കൻ രാജാവും ശക്തിപ്പെട്ടു. വടക്കൻ രാജാവായ ടോളമി, നിങ്ങൾ ചരിത്രകാരന്മാരുടെ ബുക്കുകളിലൊക്കെ വായിച്ചിട്ടില്ലേ? ഏറിയ കാലങ്ങൾക്ക് അപ്പുറം തന്നെ അടുത്ത സാമ്രാജ്യം എഴുന്നേറ്റ് വന്നു. ഇത് റോമൻ സാമ്രാജ്യമായിരുന്നു. ഇത് ക്രൂര മൃഗമാണ്. ദാനിയേൽ കണ്ട ക്രൂര മൃഗം. 1 സിംഹം, 2 കരടി, 3 പുള്ളിപ്പുലി, 4മതൊരു ക്രൂര മൃഗം. ഇരുമ്പ് പല്ലുള്ളവനും ചവച്ചരയ്ക്കുന്നവനും ചവിട്ടി മെതിക്കുന്നവനുമായ ഒരു ക്രൂരമൃഗം കയറി വരുന്നത് ഞാൻ കണ്ടു. ആരാണ് ഈ ക്രൂരമൃഗം? ഇതാണ് റോമൻ സാമ്രാജ്യം. ഈ റോമൻ സാമ്രാജ്യം ദീർഘവർഷക്കാലം, ഏതാണ്ട് 395 വർഷത്തോളം, 700ഓളം വർഷത്തോളം AD BC എന്ന 2 കാലഘട്ടങ്ങളായി ഇസ്രായേലിൽ കോളന വാഴ്ച നടത്തി. പിൽക്കാലത്ത് റോമൻ കൈസറിന്റെ കാലത്ത് ഇസ്രായേൽ രാജ്യം നഷ്ടപ്പെട്ടു, ആലയം നഷ്ടപ്പെട്ടു, അവർക്കെല്ലാം നഷ്ടമായി പോയി. അപ്പോൾ ഇസ്രായേലിൽ കോളനി വാഴ്ച നടത്തിയ 1 ബാബിലോണിയർ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീക്ക്, 4 റോമൻ. പിന്നീട് അവർ ചെതറിപ്പോയി. പിന്നീട് ടർക്കിയുടെ അധീനതയിലേക്ക് വന്നു. ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിച്ച് ഏറിയ വർഷക്കാലം ഇസ്ലാമികർ അവിടെ വാണു ദൈവമക്കൾ. അപ്പോൾ നമ്മുടെ പ്രാരംഭത്തിൽ ഒരു വാക്യം നമ്മൾ വായിച്ചു കേട്ടല്ലോ, ദാവീദിന്റെ സിംഹാസനം കൊടുക്കുമെന്ന്. ഇന്നേക്ക് 2600ഓളം വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവിൻ്റെ കൊച്ചുമക്കളിൽ ഒരുവനായിരുന്ന യഹോയാക്കീം എന്ന രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഇറാഖിലെ ഭരണകർത്താവായ നെബൂഖദ്നേസർ അടിച്ചോണ്ടുപോയ, അല്ലെങ്കിൽ പിടിച്ചെടുത്ത ആ സിംഹാസനം ഇനിയും യേശുവിന് കിട്ടുമോ? യേശുവിന് അത് ലഭിക്കുമോ? ലഭിക്കും ദൈവമക്കളെ. ബൈബിൾ പറയുന്നത് സത്യമാണ്. ഇനിയും സാമ്രാജ്യ ശക്തികൾ തകർന്നവൻ എഴുന്നേറ്റ് വരും. കർത്താവായ യേശു ഇന്ന് രാത്രിയിൽ വരുന്നുവെങ്കിൽ, നാളെ സൂര്യൻ ഉദിച്ച് പ്രഭാതമുണ്ടെങ്കിൽ ദൈവമക്കളെ, ഭൂമിയിൽ എസെക്കിയേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ പറയുന്ന ഇസ്രായേൽ റഷ്യ തമ്മിലുള്ള അതിശക്തമായ യുദ്ധം നടക്കും. എന്നോട് പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കും. ഞാൻ നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെ വടക്ക് ദേശമായ ഇസ്രായേൽ പർവ്വതത്തിൽ കൊണ്ടുവരും. വലിയൊരു യുദ്ധം നടക്കും. ഒരു വലിയ ഭൂകമ്പത്തോടുകൂടി ആ യുദ്ധം അവസാനിക്കും. വിശുദ്ധ സമാധാനം ഘോഷിക്കുന്ന ബൈബിൾ യുദ്ധങ്ങളെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. വേദപുസ്തകത്തിന്റെ ആഴം പഠിക്കുമ്പോൾ 3 നിലയിലുള്ള യുദ്ധം പറയുന്നുണ്ട്. ഒന്ന്, വരാനിരിക്കുന്ന 3ാം ലോക മഹായുദ്ധം. അത് റഷ്യ ഇസ്രായേലായിരിക്കും. പാശ്ചാത്യരും പൗരസ്ത്യരും 2ആയി തിരിയും. അടുത്ത യുദ്ധം ഹർമഗദോൻ യുദ്ധമായിരിക്കും. അത് ഇസ്രായേലും എതിർ ക്രിസ്തുവും തമ്മിലുള്ള യുദ്ധമായിരിക്കും. 3ാമത്തെ യുദ്ധം മശിഹായുടെ സാമ്രാജ്യത്തിന് ശേഷമുള്ളതാണ്. വെളിപ്പാട് പുസ്തകം ഇതിനെ ഗോഗ് മഗോഗ് യുദ്ധമെന്നാണ്. ഇനി ഇതുകൂടാതെ ചിലപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നെന്ന് വരും, പേർഷ്യൻ നാട്ടിൽ യുദ്ധങ്ങൾ നടന്നെന്ന് വരും. മനുഷ്യനുള്ള കാലം തുടങ്ങിയ യുദ്ധങ്ങൾ ഉള്ളതാണ്. പക്ഷെ ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ് ഈ സംഭവം. ദൈവം തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കത്തില്ല. നമ്മുടെ കേരളക്കരയിൽ അടുത്ത കാലത്ത് ഇലക്ഷൻ ആയിരുന്നു. എവിടെ നമ്മൾ നോക്കിയാലും അച്ചാന്മാരുടെയും അമ്മായിമാരുടെയും ഒക്കെ ഫോട്ടോയാണ്.
എന്റെ പൊന്നു തമ്പുരാനെ, ജയിച്ചവരെയൊക്കെ മുഖം കണ്ടു, തോറ്റവരൊക്കെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ ഈ കോട്ടയം നാഗമ്പടം പഞ്ചായത്ത് ഭരിക്കേണ്ടത് ആരാണെന്ന് പോലും തീരുമാനിക്കേണ്ടത് നമ്മുടെ ദൈവമാണ്. ദൈവം തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കത്തില്ല. എസെക്കേൽ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ മകുടം മാറ്റും, ഞാൻ കിരീടം നീക്കും, ഞാൻ വലിയവനെ താഴെ ഇറക്കും, ഞാൻ ചെറിയവനെ കയറ്റിയിരുത്തും. എപ്പോൾ? കിരീടത്തിന് അവകാശിയായവൻ വരുവോളം. ഒന്ന് വായിക്കാമോ വാക്യം 23. ഇവിടെ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. കണ്ടോരെന്ന് പറഞ്ഞു. 21-ാം അധ്യായം 26-ാം വാക്യം. 21-ന്റെ 26 വായിച്ച. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി, മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കയില്ല. അടുത്തത്, ഞാൻ താണതിനെ താണവനെ അങ്ങോട്ട് ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഉയർന്നിരിക്കുന്ന മെത്രാനെ എടുത്ത് താഴോട്ടിരുത്തും. പറയാ, ഞാൻ താണവനെ ഉയർത്തും, ഉയർന്നവനെ ഞാൻ താഴ്ത്തും. ഇനി എപ്പോൾ വരെ? ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ ലോകം ഭരിക്കുവാൻ സ്വർഗം നിയോഗിച്ച അവകാശിയായ നമ്മുടെ മശിഹാ തമ്പുരാൻ ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും ദൈവമക്കളെ. ആ വാഴ്ചയുടെ സമയം വരെ ഉയർന്നവനെ താഴ്ത്തിയും താണവനെ ഉയർത്തിയും തമ്പുരാൻ ഈ പദ്ധതി നടത്തും. ഉദാഹരണം നമുക്ക് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ, അദ്ദേഹം വൈറ്റ് ഹൗസിൽ കയറിയിരിക്കുകയാണ്. താനാരായിരുന്നറിയാമോ? ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ കുടിയേറും കാലത്ത് അവരുടെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ ജോലിക്കാരില്ലെന്ന് വന്നപ്പോൾ ആഫ്രിക്കയിൽ പോയി ഓടിച്ചിട്ട് പിടിച്ച് കൈകാലുകളെ കെട്ടി ആന്ധ്രയിൽ നിന്ന് നമ്മൾ കശാപ്പിന് മാടിനെ കൊണ്ടുവരുന്നത് പോലെ കപ്പൽ കയറ്റി അമേരിക്കയുടെ മണ്ണിൽ കൊണ്ടുവന്ന് ചോളത്തോട്ടത്തിലും കാപ്പിത്തോട്ടത്തിലും ജോലി ചെയ്ത ഒരടിമയുടെ സന്തതിയാണ് ഇന്ന് ലോകത്തിൻ്റെ പോലീസ് എന്ന് പറയുന്ന അമേരിക്ക ഭരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഒബാമയോട് കണ്ട ഞാൻ നേരിട്ട് പറയും, പൊന്നു സഹോദര ഒബാമേ, ഇത് യാദൃശ്യമല്ല, ഇത് ബൈബിളിലെ സത്യമാണ്. പേര് വൈറ്റ് ഹൗസ് എന്നായിരുന്നു, വെള്ളക്കാർ മാത്രമേ അവിടെ കയറത്തുള്ളൂ. പേര് മാറ്റിയിടേണ്ടി വന്നു, ഇപ്പോൾ ബ്ലാക്ക് ഹൗസ് കൂടായി. രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എസെക്കേൽ പറഞ്ഞു, ഞാൻ മകുടം മാറ്റും, ഞാൻ കിരീടം നീക്കും, ഞാൻ ഉയർന്നവനെ താഴ്ത്തും, ഞാൻ താണവനെ ഉയർത്തും, ഉന്മൂലനാശം വരുത്തും. അത് 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും 3-ാം ലോകമഹായുദ്ധവും ആണ്. അതിനുശേഷം അവകാശിയായവൻ വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൽ ഭരണകൂടങ്ങളൊക്കെ ദൈവം തമ്പുരാൻ അറിഞ്ഞതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇംഗ്ലാ വിളിച്ചത് കൊണ്ടോ, നമ്മൾ പോസ്റ്റ് ഒട്ടിച്ചത് കൊണ്ടോ, നമ്മൾ അതിലുള്ള പൈപ്പ് വാട്ടർ ലൈൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജയിച്ചതല്ല. പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തമ്പുരാന്റെ നിയോഗമാണ്. ചെറിയ കാര്യം പോലും തമ്പുരാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. ദൈവമക്കൾ, ഉയർന്നവനെ താഴ്ത്തും, താണവനെ ഉയർത്തും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തകർന്ന സാമ്രാജ്യം മടങ്ങി വരുമോ എന്ന ചോദ്യം ബൈബിൾ പറയുന്നു, മടങ്ങി വരും. എത്ര കാലം ഭരിക്കും? കേവലം 7 വർഷക്കാലം. എന്തായിരിക്കും? വീണുപോയ സാമ്രാജ്യ ശക്തിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി ചേർന്നാണ്. എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. മുൻപേ ഉള്ളതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിയും സമുദ്രത്തിൽ നിന്ന് കയറി ആഴത്തിലേക്ക് പോകുന്ന മൃഗമാണ്. എന്താണ് പ്രത്യേകത? തല സിംഹത്തിൻ്റെത്. ഇതാരുടേതാണ്? ബാബിലോണിയരുടേതാണ്. ശരീരം പുള്ളിപ്പുലിയുടേത്. ഇതാരുടേതാണ്? ഇത് ഗ്രീക്കിൻ്റെതാണ്. കാൽപാദം കരടിയുടേത്. ഇതാരുടേതാണ്? ഇത് പേർഷ്യക്കാരുടേതാണ്. തലയിലെ 10 കൊമ്പുകൾ ഇതാരുടേതാണ്? ഇത് റോമാക്കാരുടേതാണ്. അപ്പോൾ ബാബിലോണിയരും മേദിയാപാർശ്യരും ഗ്രീക്കും എല്ലാം ചേർന്ന് ഈ ഭൂമിയെ ഭരിക്കാൻ ഇനിയും എഴുന്നേറ്റ് വരുമെന്നാണ് പറയുന്നത്. അതിനൊരു മുന്നോടിയാണ് വീണ്ടും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, നീ കണ്ട 10 കൊമ്പുകൾ ഉണ്ടല്ലോ, 10 കൊമ്പുകൾ, അത് 10 രാജാക്കന്മാരാണ്. അവർക്ക് ഇതുവരെയും ഭരണം കിട്ടിയിട്ടില്ല, എന്നാൽ അവർ ചുരുങ്ങിയ കാലം ഭരിക്കും. ആരാണ് ഈ 10 കൊമ്പുകൾ? ഇന്ന് ലോകത്തിലൊരു വലിയ സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്, യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും അതിൽ അംഗമായി കഴിഞ്ഞു. ഇപ്പോൾ 10-16 രാഷ്ട്രങ്ങളോളം അതിലുണ്ട്. 10 രാഷ്ട്രങ്ങൾ ഒഴികെ പലതും ചെതറിപ്പോകും. ചില പ്രശസ്തമായ രാഷ്ട്രങ്ങൾ വന്ന് ചേരും. ഈ 10 കൊമ്പുകൾക്കിടയിൽ നിന്ന് ഒരു യൂണിയൻ നേതാവ് എഴുന്നേറ്റ് വരും. ഇത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്.
ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഖുറാനിൽ ലോക അവസാനത്തെ കുറിച്ച് 10 അടയാളമുണ്ട്. അതിലൊന്ന് ദജാലിന്റെ പ്രത്യക്ഷതയാണ്. അന്ത്യകാലത്ത് ദജാൽ എന്നൊരുവൻ എഴുന്നേറ്റ് വരുമെന്ന് ഖുറാൻ പറയുന്നു. അവനൊരു യഹൂദനായിരിക്കുമെന്നും മുഴുലോകവും ചുറ്റിത്തിരിയുമെന്നും അവനൊരു ഒറ്റക്കണ്ണനായിരിക്കുമെന്നും എന്നാൽ ജിൽദ ഗേറ്റിൽ വെച്ച് ഈസാ നബി പ്രത്യക്ഷനായി അവനെ കൊല്ലുമെന്നും വളരെ വ്യക്തമായി പറയുന്നു. വിശുദ്ധ ബൈബിൾ ഇവനെ തുമ്പുകട്ട ഇടയനെന്നും ഇവനെ മൃഗമെന്നും ഇവനെ ദുഷ്ടനെന്നും അധർമ്മമൂർത്തിയെന്നൊക്കെയാണ് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദ് ഇവനെ വിളിച്ചിരിക്കുന്നത് അർമലിയാസ് എന്നാണ്. അർമലിയാസ്, റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കണ്ണിയായ ഒരു അർമലിയാസ് എഴുന്നേറ്റ് വരും. അവൻ മുഴുലോകത്തെയും ഭരിക്കും. അത് 6ാമത്തെ സാമ്രാജ്യമായിരിക്കും ദൈവമക്കളെ. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഇപ്പോൾ ശക്തിപ്പെട്ടു കഴിഞ്ഞു. മുഴുവൻ ലോകത്തെയും ഏകീകരിക്കുവാനുള്ള പദ്ധതികളൊക്കെ ഒരുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. നമ്മുടെ പഠന വിഷയത്തിന്റെ മറ്റൊരു ഭാഗമുണ്ട്. അത് ഈ 666 എന്നുള്ള മുദ്രയാണ്. അപ്പോൾ ഒരു ഭാഗം നമ്മളൊന്ന് ചിന്തിച്ചു കൊള്ളണമേ. ലോകത്തിൽ ദൈവിക പദ്ധതി പ്രകാരമാണ് ഈ ഭരണം നടക്കുന്നത്. പാലസ്തീൻ, ഇസ്രായേൽ പാലസ്തീൻ നാടുകൾ ആര് ഭരിക്കണം? ദൈവം നിയമിച്ചതാണ്. ഇതിനിടയിൽ എത്രയോ വലിയ സംഭവങ്ങൾ എഴുന്നേറ്റ് വന്നു. റോമിലെ റോമൻ ചക്രവർത്തിമാർ, എത്രയോ കൈസർമാർ മുഴു ലോകവും ചുറ്റിത്തിരിഞ്ഞ് ലോകം വെട്ടിപ്പിടിച്ച് തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ നോക്കി, നടന്നില്ല. അതിനുശേഷം ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ച ഒരു മഹാനാണ് നെപ്പോളിയൻ. നെപ്പോളിയന്റെ പടയോട്ടത്തിന്റെ മുൻപിൽ യൂറോപ്പ് വിറച്ചു. മുഴു ലോകവും വെട്ടിപ്പിടിക്കേണ്ടതിന് നെപ്പോളിയൻ തന്റെ ചേതക്കെന്ന കുതിരപ്പുറത്ത് മുഴു ലോകവും ചുറ്റുവാൻ അവൻ ശ്രമിച്ചു. അവന്റെ ആഗമനത്തിങ്കൽ യൂറോപ്പ് വിറച്ചു. എന്നാൽ 1816 വാട്ടർലോ യുദ്ധത്തില് അന്നത്തെ ബ്രിട്ടീഷ് സൈനാധിപനായ ലോർഡ് വില്ലിംഗ്ടൺ അവനെ ആക്രമിച്ച് കീഴടക്കി സെന്റ് ഹെലൻ ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. ആ മഹാന്റെ പരാക്രമം അവിടെ അവസാനിച്ചു. അതിനുശേഷം എഴുന്നേറ്റ് വന്ന ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കേരളത്തില് വലിയ പ്രാധാന്യമുള്ളതാണ് ദൈവമക്കളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. 1800 ലണ്ടൻ പട്ടണത്തിൽ പാർത്തിരുന്ന കാരൽ മാക്സ് എന്ന യഹൂദനും തന്റെ സഹായിയായിരുന്ന ജർമ്മൻകാരനായ ഫ്രെഡി എംഗിൾസും കൂടെ ചേർന്നാണ് ഈ കമ്മ്യൂണിസം എഴുതിയുണ്ടാക്കിയത്. പക്ഷേ കമ്മ്യൂണിസം പടർന്നു പിടിച്ചത് റഷ്യയിലേക്കായിരുന്നു. സർ ചക്രവർത്തിമാരുടെ നീചത്വമായ ഭരണത്തിന്റെ മുൻപിൽ പൊറുതി മുട്ടി നിൽക്കുന്ന റഷ്യൻ ജനത കമ്മ്യൂണിസത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ദൈവം എന്നത് മനുഷ്യന്റെ മനസ്സിലെ ആശയമാണെന്നും മതം എന്നത് മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്നും പൗരോഹിത്യം എന്നത് മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നതാണെന്നും കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ടെന്നും കുന്നുവെട്ടി കുഴിയിലിട്ടാൽ കുഴിയുമില്ല കുന്നുമില്ല എന്നുള്ള കമ്മ്യൂണിസത്തിന്റെ ആദർശം റഷ്യയിലേക്ക് ചെന്നു. അക്കാലത്തെ ചക്രവർത്തിമാരുടെ നീചത്വ ഭരണമാണ്. അപ്പോഴാണ് രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ വിമോചനത്തിന്റെ ആർപ്പ് വിളിയോടുകൂടി മഹാന്മാർ എഴുന്നേറ്റ് വരുന്നത്. ലെനിൻ, ജോസഫ് സ്റ്റാലിൻ തുടങ്ങിയ മഹാന്മാർ ആ കാലത്ത് എഴുന്നേറ്റ് വന്നു. ഏതാണ്ട് 1917 ആ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത്. മഹാനായ ലെനിൻ ഭരണമേറ്റു. എന്നാൽ 1924 ജാനുവരി മാസം 23 ലെനിൻ മരിച്ചു. ലെനിന്റെ മരണത്തോടുകൂടെ തന്നെ റഷ്യയിലെ കമ്മ്യൂണിസം ഉലഞ്ഞു തുടങ്ങി. തുടർന്ന് ഭരണമേറ്റത് ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. ദീർഘവർഷം അദ്ദേഹം ഭരിച്ചു. തനിക്കെതിരെ ആർക്കും മുറവിളി കൂട്ടാൻ കഴിയാത്തവണ്ണം ദീർഘവർഷം താൻ ഭരിച്ചു. 1953 ഡിസംബർ മാസം 8 ജോസഫ് സ്റ്റാലിൻ മരിച്ചു. തുടർന്ന് പലരും ഭരിച്ചു. എന്നാൽ 1985 ഭരണമേറ്റിരുന്ന ഗോർബച്ചോയുടെ കയ്യിൽ നിന്ന് 1991 റഷ്യ തകർന്ന് തരിപ്പണമായി പോയി. ഇന്ന് ചില ചെറിയ സ്ഥലങ്ങളിലും കരീബിയൻ കടലിന് തീരത്തുള്ള ചില രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയുടെ ചില ദിശകളിലൊക്കെ കമ്മ്യൂണിസത്തിന്റെ വേരുകളുണ്ട്. എല്ലാം പൊളിച്ചടുക്കി തകർന്നു പോയി ദൈവമക്കളെ. ഇനി ഇതുപോലെ വന്നൊന്നായിരുന്നു നാസിസ്റ്റ് പ്രസ്ഥാനം. ജർമ്മൻ ഭരണകർത്താവായ അഡോൾഫി എന്ന ദുഷ്ടൻ 65 ലക്ഷത്തോളം യഹൂദന്മാരെ കൊന്നു വിളിച്ചുകൊണ്ട് അവൻ മുഴുവൻ ലോകവും ആക്രമിച്ചു. എന്നാൽ 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ ബ്രിട്ടനും സഖ്യകക്ഷികളും കൂടെ ചേർന്ന് അവനെ ആക്രമിച്ചു.
നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ അവനും അവന്റെ വളർത്തുനായും ഒരു ഗുഹയിൽ കയറി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നാണ് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ആഗോള വ്യാപകമായി മനുഷ്യനെ സ്വാധീനിച്ചതാണ്. എന്നാൽ ദൈവമക്കളെ, ദൈവം തമ്പുരാൻ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ആത്മാവ് അനുവദിക്കത്തില്ല. തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി വരുമെന്നാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. ചിന്താ വിഷയം 666 എന്ന മുദ്ര പൈശാചികമാണോ ദൈവിക പദ്ധതിയാണോ? ലോകത്തിലെല്ലാവർക്കും ഇതൊരു വലിയ ആശയക്കുഴപ്പമായിരിക്കുക. ക്രൈസ്തവർക്ക് മാത്രമല്ല ദൈവമക്കളെ, ഹൈന്ദവനും ഇസ്ലാമികർക്കും ഒക്കെ അറിയാം. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് നെല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതനായ ഒരു ഇസ്ലാമിക ഭക്തൻ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ബ്രദർ ജോസേ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ബൈബിൾ പറയുന്നോ എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ആഗോള വ്യാപകമായി മനുഷ്യനെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമാണ്. യാദൃശ്യമാണോ? അല്ല സഹോദരങ്ങളെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാന്റെ അരുമശിഷ്യനായ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തനിക്ക് നൽകിയ വെളിപ്പാട് പുസ്തകം എന്ന പ്രവചന പുസ്തകത്തില് 13-ാം അധ്യായത്തിൽ എഴുതി ചേർത്തു, ആ സംഖ്യ കൈമേലോ നെറ്റിമേലോ ഏൽക്കാത്തവൻ ധനവാനായാലും ദരിദ്രനായാലും ആണായാലും പെണ്ണായാലും വാങ്ങാനോ വിൽക്കാനോ ഒക്കത്തില്ല. ഒന്ന് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ എത്രാം വാക്യം? 17. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാം ടോട്ടൽ. ധനവാൻ, ദരിദ്രൻ, ആര്യൻ, ദ്രാവിഡൻ, സമ്പന്നൻ, വിദ്യാഭ്യാസമുള്ളവൻ, PhD എടുത്തവനും ആശാങ്കളരി പോകാത്തവനും എല്ലാം തുല്യം. നീ അടുത്തത്, എല്ലാവർക്കും വലം കൈമേലോ വലത്ത് കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വാങ്ങാനോ വിൽക്കാനോ ഒന്നും സാധ്യമല്ല. റബ്ബർ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുകയാണ്, പോട്ടെ. ഇനി എതിർ ക്രിസ്തുവിന്റെ കാലത്ത് റബ്ബർ മാർക്കറ്റ് കയറി കിലോയ്ക്ക് 450 രൂപയായി. നമ്മൾ വെട്ടിവെച്ചിരിക്കുന്ന റബ്ബർ ഷീറ്റും കൊണ്ട് വിൽക്കാൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് ചോദ്യം നിങ്ങളുടെ സംഖ്യയാണ് ചോദിക്കുക. കൈമേലോ നെറ്റിമേലോ. മനുഷ്യന്റെ ശരീരഘടന നിങ്ങൾ പഠിച്ചാൽ ഏതാണ്ട് 600 പേശികളും 206 അസ്ഥികളും 156 ആന്തരിക അവയവങ്ങളും മനുഷ്യനുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ഊഷ്മാവ്, ചൂട് നിൽക്കുന്നത് മനുഷ്യന്റെ കയ്യിലും അവന്റെ നെറ്റിയിലുമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ ആദ്യം ഡോക്ടർ നോക്കുന്നത് നെറ്റിയെ കൈവച്ച നെറ്റിയുടെ ചൂട് എങ്ങനെ ഇരിക്കുന്നു, പിന്നെ പിടിച്ചു നോക്കുന്നത് കയ്യേലാണ്. അപ്പൊ കയ്യിലും നെറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ ഊഷ്മാവ് നിൽക്കുന്നത്. ഇപ്പോൾ ലോകത്തിലെ സമ്പന്ന രാജ്യമായ ജർമ്മനി, അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ ആശയം വന്നിരിക്കുകയാണ്. 666 എന്നൊരു മുദ്ര. ചുരുങ്ങിയ നാളുകൾക്ക് മുൻപ് മലയാള മനോരമയിൽ ഈ മൃഗത്തിന്റെ സംഖ്യ എന്നുള്ളത് പുരാതന കാലത്ത് ഏതോ ശാസ്ത്രജ്ഞന്മാർ കോഡ് വെച്ച് കണക്കുകൂട്ടി എന്നും പറഞ്ഞ് ഒരു ലേഖകൻ എഴുതിയിരുന്നത് ഞാൻ യാദൃശ്യമായി വായിച്ചു. 666 ശാസ്ത്രീയ പേരിൽ ഞാൻ പറയാം, പേര് സിലിക്കൺ മൈക്രോ ചിപ്പ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇലക്ട്രോണിക്സ് കമ്പനികളിൽ ഒന്നായ മോട്ടോറോളയാണ് ഈ സംഭവം പുറത്തുവിട്ടിരിക്കുന്നത്. 0.3 mm വലിപ്പം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ കുത്താം. അടുത്ത കാലത്ത് യൂറോപ്പിൽ നിന്ന് എവിടെ ഒറിജിനലാണോ ഇനി അതിൻ്റെ വല്ലതും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഒരു ബ്രദറിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടെന്ന് എന്നോട് ഒരാൾ പറയും. ഒരു ചെറിയ സിറിഞ്ച് വെച്ച് അതിൻ്റെ ഉള്ളിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു മെഡിക്കൽ ചേർത്തുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് കുത്തിക്കയറ്റിയാൽ മതി. തൊലിക്കടിയിലോട്ട് കുത്തിക്കയറ്റി അല്ലെ നെറ്റിയിൽ കുത്തിവെച്ചാൽ 3000-ലധികം ഡിജിറ്റൽ വാക്കുകൾ നിങ്ങൾക്ക് അതിൽ സ്റ്റോക്ക് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ സംഖ്യ കാൽക്കുലേഷൻ ചെയ്തെടുത്താൽ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് 666 കിട്ടും. അതിൻ്റെ ഒരു മുന്നോടിയാണ് ദൈവമക്കളെ ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത്. 750 കോടി ജനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. 750 കോടി ജനങ്ങളെയും തമ്മിൽ തിരിച്ചറിയുവാൻ ദൈവം തമ്പുരാനിട്ട അടയാളം എന്ന് പറയുന്നത് കൈയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയും, നമ്മൾ നമ്മുടെ കൈ എടുത്ത് നോക്കിയാൽ ഈ വലത് കൈയെ ഏതാണ്ട് 3/4 ഇഞ്ച് സ്ക്വയറേ ഉള്ളൂ. ഈ 750 കോടി ജനങ്ങളുടെയും വലത് കൈയുടെ പെരുവിരലിൽ വരച്ചിരിക്കുന്ന രേഖകൾ വ്യത്യസ്തമാണ്. സംഭവം യാദൃശ്യമാണോ?
ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയാണ്, നീ മനുഷ്യരെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവരുടെ കയ്യിൽ രേഖ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്നതാണ് ഐ സ്കാൻ ചെയ്ത് നമ്മുടെ റെറ്റിനായുടെ ഫിലിമുകളും നമ്മുടെ കൈയുടെ രേഖകളുമാണ് റിക്കാർഡിക്കലായിട്ട് എടുക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊന്നും യാദൃശ്യമല്ല. 666 എന്നൊരു മുദ്ര ലോകത്തിലേക്ക് വരും. ലോകത്തിൽ ഇപ്പോൾ തന്നെ അമേരിക്ക ഒരു കമ്പ്യൂട്ടർ കണ്ടെത്തിയിരിക്കുന്നു. 192 രാഷ്ട്രങ്ങൾ യുഎന്നോടെ അംഗത്വമുണ്ട്. ഇത്രയും രാജ്യങ്ങളിലെ ജനങ്ങളെയും അവരുടെ ബിസിനസ്സുകളെയും അവരുടെ ഹോസ്പിറ്റൽ പ്രോഗ്രാമുകളെയും അവരുടെ ട്രാവലിങ്ങളെയും എല്ലാം കൂടെ ഏകീകരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അമേരിക്ക കണ്ടുപിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ 150 GB-യോ 200 GB-യോ കൂടിയാൽ 1000 GB കാണും. എന്നാൽ ഇത് കോടിക്കണക്കിന് ജനങ്ങളുടെ സംഭവങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള ശേഷിയോടെ വെച്ചിരിക്കുകയാണ്. അധികം വൈകും മുമ്പ് ലോകം ഏകീകരിക്കും ദൈവമക്കളെ. യൂറോപ്പിലൊക്കെ ആയിക്കഴിഞ്ഞു. ഒരു കണക്ക് നല്ലതായി. കയ്യേലി മുദ്ര കുത്തി കഴിഞ്ഞാലേ നിങ്ങൾ എവിടാണെന്നുള്ളത് അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ കാലത്താണ് ആദ്യം ഈ ആശയം കൊണ്ടുവന്നത്. അങ്ങേരിച്ചിര തല്ലിപ്പൊളിയൊക്കെ ആണെങ്കിലും സൺഡേ സ്കൂൾ പഠിച്ചിട്ടുള്ളവനാണ്. ഭരണകൂടം ഇത് കൊണ്ടുവന്ന ഉടനെ അദ്ദേഹം കട്ടാൻ റൈറ്റ് എഴുന്നേറ്റ് തൻ്റെ മന്ത്രിസഭയിൽ പറഞ്ഞു, എന്തു വന്നാലും ശരി ആ ചെകുത്താൻ്റെ പരിപാടി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. കുറെ കാലം അത് ഒതുങ്ങിയിരുന്നു. പിന്നീട് അമേരിക്കൻ ആർമി പേർഷ്യൻ നാടുകളിൽ യുദ്ധത്തിന് പോയപ്പോഴാണ് ഇത് വീണ്ടും വന്നത്. ആഫ്രിക്കയിലെ മൃഗസ്നേഹികളായവർ വിലപ്പെട്ട ചില മൃഗങ്ങൾക്ക് വംശനാശം വരാതിരിക്കാൻ അതിൻ്റെ ചെവിക്കുള്ളിൽ വെടിവെച്ച് മയക്ക് ഇട്ട ശേഷം ചിപ്പ് സ്ഥാപിച്ചു വെക്കും. പിന്നീട് ക്യാമറ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് സാറ്റലൈറ്റ് എടുത്തു കൊടുക്കും. ആ കാണ്ടാമൃഗം എവിടെ കിടക്കുന്നു, കുളത്തിൽ കിടക്കുന്നോ കരയ്ക്ക് കിടക്കുന്നോ, അത് പുല്ല് തിന്നുന്നോ ഉറങ്ങുന്നോ എന്തിയെന്നുള്ളതാണ്. ഇനി ചത്തുപോയെന്നിരിക്കട്ടെ, ചത്തവന് എന്തെങ്കിലും ഒരു മൃഗം തിന്നിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് വരെ അവന് ആ ഓഫീസിലിരുന്ന് കാണാം. നമുക്ക് ഒരു കണക്ക് നല്ലതാ ദൈവമൊക്കെ. ഇന്ത്യയിൽ ഇറങ്ങുന്ന വാഹനത്തിലൊക്കെ അത് വേണമെന്നും പറഞ്ഞിപ്പം പിടികൂടുകയാണ്. കാര്യം വാഹനം മോഷണം പോയാൽ എവിടെ വേണമെങ്കിലും കണ്ടുപിടിക്കും. നമ്മുടെ പിള്ളേർക്കൊക്കെ പതിപ്പിച്ചു കൊടുത്താൽ ഇവൻ കോളേജിൽ പോയോ, അതോ ഇവൻ അവിടെ സിനിമ കാണാൻ കയറിയോ, അതോ ഇവൻ വൈകിട്ട് ക്രിക്കറ്റ് കളി കഴിഞ്ഞേച്ചാണോ വരുന്നത്, പിന്നെ ഭർത്താക്കന്മാർ ജോലിക്ക് എവിടെയാണ് പോയത്, ഭാര്യമാർ എങ്ങോട്ടൊക്കെയാണ് പോയെന്നൊക്കെ അറിയാൻ ഒരു കണക്കിന് നല്ലതാണ്. ഇതിൻ്റെ പിന്നിലാണ് ലോകം ഇത് സന്തോഷത്തോടെ ചിന്തിക്കും. സിലിക്കൺ മൈക്രോ ചിപ്പ് എന്ന് ശാസ്ത്രീയ പേര് പറയും. ഒരു നെല്ലരിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. നമ്മുടെ എല്ലാ സംഭവങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചു വെക്കാം. ഇല്ല, ഇനി ഇത് ഏറ്റു കഴിഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 2-ാം വാക്യം. മുഴു ലോകത്തെയും ഏകീകരിച്ച് ഭരിപ്പാൻ എഴുന്നേറ്റ് വരുന്ന ദുഷ്ടനായ എതിർ ക്രിസ്തു ആ ഭരണ സമയത്ത് ഭൂമിയിൽ കൊണ്ടുവരുന്നതാണ് ഈ 666. ഒന്നിയിൽ കയ്യിലേൽക്കണം, ഇല്ലെങ്കിൽ നെറ്റിയിലേൽക്കണം. ഇപ്പോൾ തന്നെ ജർമ്മനിയിലെ ബഹുസമ്പന്നരായ പലരും ഏറ്റു. ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ നിന്നൊരു ഫോട്ടോ അയച്ചു തന്നു. ഒരു മലയാളി കുടുംബം, ജോൺ തോമസ് എന്ന് പറയുന്ന ഒരു മലയാളിയും തൻ്റെ വൈഫും ഈ മുദ്ര ഏൽക്കുന്ന ഒരു മനോഹര ഫിലിം എനിക്ക് അയച്ചു തന്നു. ജീവിതം സുരക്ഷിതമാണെന്ന് പറഞ്ഞാണ്. സംഭവം യാദൃശ്യമല്ലേ, പിന്നിൽ ചെകുത്താനുണ്ട് ദൈവമക്കളെ. മോട്ടോറോള കമ്പനി കണ്ടെത്തി ലോകം സന്തോഷത്തോടെ കരങ്ങൾ നീട്ടി സ്വാഗതം പ്രഖ്യാപിക്കുമ്പോൾ ഇന്നേക്ക് 1900 വർഷം മുമ്പ് വിശുദ്ധ ബൈബിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കണം. ഇനി ഇത് ഏറ്റാലുള്ള ദോഷം എന്ന് കേട്ടോണം. 2 ഭാഗത്താണ് എഴുതിയിരിക്കുന്നത്. മൃഗത്തിന്റെ സംഖ്യയോ മുദ്ര ഏറ്റിട്ടുള്ളവർക്ക് വലിയ വ്രണങ്ങളുണ്ടായി. ഭൂമിയിൽ വെച്ച് തന്നെ വലിയ വ്രണങ്ങളുണ്ടാകും. ഇപ്പോൾ തന്നെ അതിൻ്റെ സംഭവം പുറത്തു വിട്ടു. കാരണം ഇത് നമ്മുടെ കയ്യിലോട്ട് കുത്തിവെക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ചെറിയ സെല്ല് പ്രവർത്തിക്കും. പക്ഷെ നിയമിത കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സെല്ലുകൾ ബാറ്ററി ചാർജ് അത് കൂടുതൽ വഷളായി തീർന്നിട്ട് ഇതങ്ങ് പൊട്ടി മിക്കവാറും അവിടെ അങ്ങ് ചീഞ്ഞു നാറുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ചീഞ്ഞു നാറാൻ സാധ്യതയുണ്ട്. ശാസ്ത്രം ഇപ്പോൾ അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ശ്രമിക്കുകയാണ്. ബോഡിയിലേക്ക് കുത്തിവെക്കുന്ന ഈ ഇലക്ട്രോണിക് സാധനം പലപ്പോഴും അതിനകത്തുണ്ടാകുന്ന ഇലക്ട്രോണിക്സ് മാറ്റങ്ങൾ നിമിത്തം അവിടെ വലിയ പഴുത്ത് അല്ലെങ്കിൽ അത് കൂടുതൽ പോയിസണായി തീരുമോ എന്നൊരു ഭയം ഇപ്പോൾ ശാസ്ത്രത്തിനുണ്ട്. ഉണ്ടാകും. ബൈബിൾ എഴുതിയിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ട്. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു,
അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിച്ചതുമായ മനുഷ്യർക്ക് വല്ലാത്ത വലിയ ദുർവ്രണങ്ങൾ ഉണ്ടായി. വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ആ മുദ്ര ഏൽക്കുന്നവർ ദൈവത്തിന്റെ കോപത്തിന്റെ ആ നിത്യാഗ്നിയിൽ കിടന്ന് കത്തണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ രൂപം, നിങ്ങൾക്കിപ്പോ എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. മനോരമകളിലെ നമ്മുടെ എല്ലാ പ്രസംഗ വേദികളിലും ഈ 666 പറഞ്ഞ് കമ്പനിക്ക് തന്നെ ഇപ്പോൾ പരസ്യമാണ് ദൈവമക്കളെ. എങ്കിലും നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ നോട്ടീസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യേശുവിൻ്റെ പ്രത്യക്ഷത എന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചു. ഇനി അടുത്തത്, തകർന്നു പോയ സാമ്രാജ്യം മടങ്ങി വരുമോ എന്ന് ചിന്തിച്ചു. മടങ്ങി വരും. 3.5-7 വർഷക്കാലം അവർ ഭരിക്കും. ഭൂമിയിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകും. എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ, സക്കറിയ പ്രവചനം 14-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, ഈ 3 ഭാഗങ്ങളിലായി ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന 3 യുദ്ധങ്ങളുമുണ്ട്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ ഒരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു, പാപവും ശാപവും നിറഞ്ഞ ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി എങ്ങനായിരിക്കും? എങ്ങനെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. വലിയ ന്യായവിധി ഭൂമിയിൽ ഉണ്ടാകും ദൈവമക്കളെ. ദൈവത്തിന്റെ ന്യായവിധി എന്ന വിഷയം ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നെ നാളെ പഠിക്കാം. ഇനി ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയുടെ മേൽ വരും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം തുടങ്ങി നിങ്ങൾ മുൻപോട്ടുള്ള ഭാഗം പഠിച്ചു വരുമ്പോൾ യോഹന്നാന്റെ ചില ദർശനങ്ങൾ കാണും. ചില മുദ്രകളായും, ഇനിയും ചിലത് കാഹളങ്ങളായും, ഇനിയും ചിലത് കലശങ്ങളായും പറയുകയാണ്. 7 മുദ്രകളുണ്ട്, 7 കാഹളങ്ങളുണ്ട്, 7 കലശങ്ങളുണ്ട്. ഈ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ, ഈ കാഹളങ്ങൾ ഊതുമ്പോൾ, ഈ കലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുമ്പോൾ ഭൂമിയിൽ ഭയങ്കരമായ ന്യായവിധി വരും. ആകാശത്തിലെ സൂര്യൻ കരിമ്പടം പോലാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും, ഈ ഭൂമി കുലുങ്ങി മറിയും. മാത്രമല്ല സമുദ്രത്തിലെ വെള്ളം രക്തതുല്യമായി തീരും. മനുഷ്യർ തമ്മിൽ കൊല്ലും. വലിയ ക്ഷാമമുണ്ടാകും, വലിയ യുദ്ധം ഉണ്ടാകും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദാനിയേൽ പ്രവാചകന്റെ ഭാഷയിൽ, മനുഷ്യവർഗം ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടം നാളിൽ ഉണ്ടാകും. വലിയ ക്രോധത്തിന്റെ ദിനം ഭൂമിയിൽ വരും. സ്വർഗം നിയോഗിച്ച ദൂതന്മാർ ക്രോധ കലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കും. വേദപുസ്തകം അതിന്റെ കാര്യങ്ങൾ പറയും. നമുക്കൊന്ന് ചുരുക്കമായി ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ദയവായിട്ടൊന്ന് വായിച്ചാൽ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. മലകളോടും അക്കാലത്തെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്പന്നരുമായവർ ഓടിച്ചെന്ന് മലകളോടും പാറകളോടും കുന്നുകളോടും, നിങ്ങൾ ഞങ്ങളെ മൂടുവീൻ, ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുഞ്ഞാടിന്റെ മുൻപിൽ നിൽക്കാൻ ഒക്കുന്നില്ല. ഇതാ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ക്രോധ ദിനങ്ങൾ വരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 16-17 വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കുഞ്ഞാടിന്റെ കോപ ദിവസം വരുന്നു, ആർക്കും സഹിക്കാൻ ഒക്കുന്നില്ലെന്ന് പറഞ്ഞ് അന്ന് ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഓടി മലകളിലും കുന്നുകളിലും ആ ഭൂമിയുടെ തുരങ്കങ്ങളിലൊക്കെ ആശ്രയം തേടും. സംഭവം യാദൃശ്യമല്ല, ഇത് പ്രവാചകന്മാരുടെ പ്രവചന വാക്കാണ്. വായിച്ചാട്ടെ, ആമോസിന്റെ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. പെട്ടെന്ന് വായി. ആമോസ് 5:18. ആമോസിന്റെ യഹോവയുടെ ദിവസത്തിൽ മുമ്പേ നാം വായിച്ചു കേട്ടല്ലോ. ഭൂമിയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്പന്നരും എല്ലാം ഓടിച്ചെന്ന് മലകളോടും പാറകളോടും കുന്നുകളോടും നിങ്ങൾ ഞങ്ങളെ മൂടുവീനെന്ന് നിലവിളിച്ച് ആർക്കുമ്പോൾ ഇതാ പ്രവാചകനായ പറയുന്നു, ആമോസ് പറയുന്നു, വായിച്ചേ, യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. വെളിച്ചമല്ല, അത് ഇരുട്ടത്രേ. ഭൂമിയിലെ രാജാക്കന്മാരും സമ്പന്നന്മാരും പ്രഭുക്കന്മാരും ഓടി മലകളോടും പാറകളോടും കുന്നുകളോടും പറയുന്നു, നിങ്ങൾ വന്ന് ഞങ്ങളെ മൂടുവീൻ,
കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നിരിക്കുന്നു. ശ്രോതാക്കളെ, ഈ മനോഹരമായ ഭൂമിയുടെ മേൽ, മനോഹരമായ സമുദ്രത്തിന്റെ മേൽ, മനോഹരമായ നദിയുടെ മേൽ, ഉദിച്ചേർന്ന് നിൽക്കുന്ന സൂര്യന്റെ മേൽ, വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ ദിനങ്ങൾ വരും. ആകാശവും ഭൂമിയും മാറിപ്പോകട്ടെ. ഈ വിശുദ്ധ ബൈബിളിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കത്തില്ല. വീണ്ടും അടുത്ത പ്രവാചകന്റെ വാക്ക് നമുക്ക് നോക്കാം. യോവേൽ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആ ദിവസം അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസമാണ് ആ ദിവസം. അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തന്റെ പക്കൽ നിന്ന്, അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു, സംഹാരം പോലെ വരുന്നു. അടുത്ത കാലത്തായിട്ട് ഇംഗ്ലീഷുകാർ ബൈബിൾ വായിച്ചിട്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ, ആനിമേഷൻ ചെയ്ത് കുറെ ഇംഗ്ലീഷ് ഫിലിമുകൾ ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഈ വിശുദ്ധ ബൈബിളിലെ പ്രവചന വാക്കുകളെ അവർ കേന്ദ്രീകരിച്ച് ആനിമേഷൻ ചെയ്ത് മെസ്സിഹ വരുമ്പോൾ ഭൂമിക്ക് ന്യായവിധിയാൽ സംഭവിക്കുന്ന ഭീകരതയെ വെച്ചുകൊണ്ട് ഇംഗ്ലീഷുകാർ അടുത്ത കാലത്ത് കുറെ ഫിലിം ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലാണ് ദൈവമക്കളെ. നമ്മൾ ഈ ഭൂമിയൊക്കെ നിന്ന് ആടുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ, ഒരു കാലത്ത് നമുക്ക് ഭൂകമ്പം എന്നൊന്നും കേട്ടാൽ അറിഞ്ഞുകൂടായിരുന്നു. നമ്മളത് കേട്ടിട്ട് പോലില്ല. ഇപ്പം ഭൂകമ്പം കേട്ടില്ലെങ്കിലാണ് നമുക്ക് ടെൻഷൻ. എന്ത് ഭൂകമ്പമാണ് നടക്കുന്നത്? വേദവസം പറയാണ്, കണ്ട് നമ്മുടെ ബോംബെയിൽ ഒരു ഏതാണ്ട് 7 സെക്കൻഡ്, 1 സെക്കൻഡ് എങ്ങാണ്ട് 7.5 ഒന്ന് മൂവ് ചെയ്തതേ ഉള്ളൂ. എൻ്റെ ദൈവമേ, നിങ്ങളന്ന് കൊച്ചി പട്ടണത്തിൽ ചെല്ലണം. 10 കോടി രൂപയുടെ ഫ്ലാറ്റ് മേടിച്ചവൻ തെരുവ് നായെ പോലെ കടൽ തീരത്ത് കുത്തിയിരിക്കുന്ന കണ്ടു. എങ്ങനെ അതിനകത്തോട്ട് കയറും? എപ്പോഴാ കുലുക്കം തീരുന്നറിയുകയില്ല. ഇത് പഴയ നമ്മുടെ KSRTC ബസ് പോലെ ഭൂമി ഒരൊറ്റ പോക്കങ്ങ് പോകും. പിന്നെ പഴയ ഗിയർ മാറണമെങ്കിൽ ടക്കട ടക്കട ടക്കടാന്ന് റിട്ടേൺ വരും. അതാണ് ഈ 5 കുലുങ്ങി 6 കുലുങ്ങി ഇങ്ങനെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കും. അയ്യോ, എന്തൊരു അത്ഭുതം! യാദൃശ്യമല്ല. ബൈബിൾ പറഞ്ഞെന്നറിയോ? വായിച്ചാട്ട് യെശയ്യാപ്രവചനം 24, ഭൂവാസികളെ, കണിയും കഷ്ടവും നിങ്ങൾക്ക് വരുന്നു. ഭൂമി പട്ടുപടാ പൊട്ടുന്നു, പട്ടുപടപടപടാന്ന് ഭൂമി പൊട്ടും. ഭൂമി കിറുകിറാന്ന് കീറും. ഭൂമി കീറുമ്പോൾ ഉള്ള ശബ്ദം ഒന്ന് വായിച്ചേ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. തമ്പുരാനാണ് ഈ ഭൂമിയെ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നമ്മുടെ വിദ്വാൻമാരൊക്കെ പറഞ്ഞ പോലെ ഇത് യാദൃശ്യമായി ഉണ്ടായതൊന്നുമല്ല. തമ്പുരാൻ ഉണ്ടാക്കി ശൂന്യതയെ നിർത്തിയിരിക്കുക. 23 ഡിഗ്രി ചരിച്ച് നിർത്തിയിരിക്കുക. നമ്മുടെ ഭൂമിയെ കോഴിമുട്ടയുടെ ആകൃതിയിൽ ശൂന്യതയിൽ നിർത്തി മണിക്കൂറിൽ 1000 മൈൽ വേഗതയിൽ ഓടി 24 മണിക്കൂർ കൊണ്ട് സ്വയം ചുറ്റി 365 ദിവസം കൊണ്ട് കേന്ദ്രബിന്ദുവായ സൂര്യനെ ചുറ്റിയിട്ട് വരാൻ തമ്പുരാൻ നിയമിച്ചു വിട്ടതാ. അല്ല, നമ്മളാരും ഭൂമിക്ക് സമയത്ത് കാറ്റടിച്ച് ഓടിക്കുന്നതല്ല. ഇതെല്ലാം തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഷാർപ്പ് തള്ളി വിട്ടു. 9,30,00,000 മൈൽ അകല സൂര്യനുമായിട്ട്. 9,30,00,000 മൈൽ. 9 കോടി എന്തിനാണ് കർത്താവ് എന്നൊരു ദൂതൻ ചോദിച്ചിട്ട്, സൃഷ്ടിയുടെ നാളിൽ അത് 8 കോടി ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഭൂമി ചുട്ട് തിളച്ച് മറിയുന്ന ഒരു തീകുണ്ടമായി മാറിയേ. 9,30,00,000 എന്നുള്ളത് 10,30,00,000 ആണെങ്കിൽ ഇന്ന് നമ്മുടെ ഭൂമി ഒരു ഐസ് ബാറായി മാറിയേ. തമ്പുരാനെ, നിന്റെ ഫിറ്റിങ്ങൊക്കെ ഭയങ്കരമല്ലേ? നമുക്കൊല്ലം മനസ്സിലാക്കാം. നമ്മുടെ ഉണക്കത്തേങ്ങ പോലുള്ള തലയ്ക്കകത്ത് ഇതൊന്നും ചിന്തിച്ചാൽ പിടികിട്ടത്തില്ല. വെറുതെ ചിന്തിച്ച് മണ്ടത്തരം പറഞ്ഞ് നടക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ പിന്നിൽ തമ്പുരാനാണ് ദൈവമക്കളെ. തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഭൂമിയെ ഉന്തി വിട്ടു. അപ്പൊ 24 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ കറങ്ങും. 365 ദിവസം കൊണ്ട് കേന്ദ്രബിന്ദുവായ സൂര്യനെ ചുറ്റും. 9,30,00,000 മൈൽ അകലത്തിൽ കറക്റ്റ് സ്റ്റാൻഡിങ്ങിൽ നിർത്തിയിരിക്കുക. 1 മില്ലി അങ്ങോട്ട് പോകത്തില്ല, 1 മില്ലി ഇങ്ങോട്ട് വരത്തില്ല. ഇനിയും പോട്ടെ, 23 ഡിഗ്രി ചരിച്ച് വെച്ചിരിക്കുക. കാര്യം ഭൂമിയുടെ 4/3 ഭാഗം വെള്ളമല്ലേ. നിങ്ങളൊരു സ്റ്റീൽ പാത്രത്തിൽ, ഒരു സ്റ്റീൽ ചരുവത്തിൽ വെള്ളം എടുത്തിട്ട് ചരിച്ചു വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈ 23 ഡിഗ്രി എന്നുള്ളത് 25 ഡിഗ്രിയിലായിരുന്നെങ്കിൽ 2 പ്രാവശ്യം വേലിയേറ്റം കയറി നമ്മുടെ ഭൂമി നല്ല ക്ലീൻ ഷേവായി പോയേനെ. തമ്പുരാനെ, എന്തോ ഒരു പരിപാടിയാണ് ഇത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊന്നും ചിന്തിച്ചാൽ കിട്ടത്തില്ല. ചിന്തിച്ച് നമ്മുടെ ആയുസ് തീർക്കാമെന്നേ ഉള്ളൂ. ഇതിങ്ങനെ വൻസ്ഫോടനത്താൽ ഉണ്ടായതോ അല്ലെങ്കിൽ ജോർജ് ഗാമല് പറയുന്നത് പോലെ സ്പന്ദന സിദ്ധാന്തത്താൽ ഉണ്ടായതൊന്നുമല്ല. ഇതൊക്കെ തമ്പുരാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം തമ്പുരാൻ ഉണ്ടാക്കിയതാണിത്.
ഇതിന്റെ പിന്നിൽ യാദൃശ്യമല്ല, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാ ദൈവമക്കളെ. അപ്പൊ തമ്പുരാനാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയെ സൃഷ്ടിച്ച തമ്പുരാൻ ഭൂമിയുടെ കാര്യം പറയുന്നു. വായിച്ചേ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഈ കുലുങ്ങുന്നു. ഭൂമിയെ ഒരു അടിസ്ഥാനത്തിൽ നിർത്തിയിരിക്കുക. അത് ഇങ്ങനെ പതിയെ വിറയ്ക്കും. കിടുകിടുകിടുകിടാന്ന് ഭൂമി എന്ന് വിറച്ചു. ഇനി അടുത്തത്, ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. ഭൂമി പൊട്ടുന്ന ശബ്ദം എഴുതിയിട്ടുണ്ട്. ഒറ്റ പൊട്ടം അങ്ങ് പൊട്ടിപ്പോ. പടപടാന്ന് പൊട്ടുന്നു. ഭൂമി കിറുകിറെ കീറുന്നു. ഭൂമി കിറകിറാന്ന് കീറുന്നു. നമ്മള് വലിയ കൂറ്റൻ ബംഗ്ലാവൊക്കെ വെച്ച 450 അടിക്ക് താഴെ കൊണ്ട് തെങ്ങും തടി അടിച്ച് ഉറപ്പിച്ച് നമ്മളങ്ങ് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന് ഒക്കെ പിടിപ്പിച്ചോണ്ടൊക്കെ ഇതിനകത്ത് ഇരിക്കുകയാണ്. എപ്പോഴാണെന്ന് അറിയത്തില്ല. തമ്പുരാൻ ടക്കെന്നൊരു അടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി നിന്നങ്ങ് കിട്ടുങ്ങും. കിട്ടുകിടാന്ന് കിട്ടുങ്ങും. പിന്നെ കീറുമെന്നാ പറയുന്നത്. ഭൂമി അങ്ങ് കീറി മാറും. ഇനി അടുത്തത്, ഭൂമി കിടുകിട കിടുങ്ങുന്നു. ഭൂമി അങ്ങ് വിറയ്ക്കും. ചിക്കൻ കുനിയ പിടിച്ച് അവറാച്ചങ്ങ് വിറയ്ക്കുന്ന പോലെ ഇങ്ങനെ കൂട്ടിയിടിച്ച് മൂട്ട് കൂട്ടിയിടിച്ച് വിറയ്ക്കുന്ന ഭൂമി അങ്ങ് വിറയ്ക്കും. ഭൂമി കിടുകിട കിടുങ്ങുന്നു. ഭൂമി കുലുങ്ങുന്നു. പിന്നെ പൊട്ടുപൊട പൊട്ടുന്നു. പിന്നെ വിറയ്ക്കുന്നു. ഇനി അടുത്തത്, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും. അത് നമുക്ക് സഹിക്കത്തില്ല. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ മഹാരാഷ്ട്രയിലെ 7.5 മാത്രം എന്ന മൂവി ചെയ്തപ്പോൾ ഭൂമി പിളർന്നൊരു വലിയ തടാകം അവിടെ ഉണ്ടായി. എന്തൊരു അത്ഭുതം. ജപ്പാനിലെ കണ്ടില്ലേ ഭൂമി കുലുക്കം? എന്തൊരു ഭീകരതയാണ്. എന്നാ അങ്ങനത്തെ കുലുക്കമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ബിവറേജിൽ നിന്ന് കരിയോല് മേടിച്ചടിച്ച് നടുറോഡിൽ തുണി എന്തിനാ ഉടുക്കുന്നെന്ന് അറിയാത്തത് കൊണ്ട് അതൊരു ഈ തലയിൽ കെട്ടിക്കൊണ്ട് റോഡിന് വീതി പോരാഞ്ഞിട്ട് ആരടാ റോഡെടുത്ത് വഴിയിൽ വെച്ചെന്ന് ചോദിച്ച് നടക്കുന്നവരെ കണ്ടിട്ടില്ലേ? ആരാടാ റോഡെടുത്ത് വഴിയിൽ വെച്ചെന്നാണ് ചോദിക്കുന്നത്. ഭയങ്കര ചോദ്യമാണ്. റോഡെടുത്ത് വഴിയിൽ വെച്ചത് ആരാടാന്ന് ചോദിച്ച് നടക്കുന്ന കണ്ടിട്ടില്ലേ? അവനാണ് മത്തൻ. തെക്കോട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ വടക്കോട്ട് പോകുന്നവൻ. അവിടെ പറഞ്ഞിരിക്കുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും. ഇനി അടുത്തത്, അവൻ കാവൽ മാടം പോലെ നിന്നൊലയും. അടുത്തത്, അതിന്റെ അകൃത്യം, ഭൂമിയിൽ മനുഷ്യൻ ചെയ്ത അകൃത്യം വലുതാകിയാൽ അത് വീഴും, അത് എഴുന്നേൽക്കത്തില്ല. തമ്പുരാൻ ഭൂമിയുടെ മേൽ ന്യായവിധി നടത്തും ദൈവമക്കളെ. വിധിക്കുവാൻ സ്വർഗം നിയോഗിച്ച ദൂതന്മാർ ന്യായവിധിയുടെ മുദ്രകളും ന്യായവിധിയുടെ കാഹളങ്ങളും ന്യായവിധിയുടെ കലശങ്ങളുമായി ഒരുങ്ങിയിരിക്കുന്നു. ഒരു നഗ്ന സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. മശിഹാ തമ്പുരാന്റെ മടങ്ങി വരവ് ഏറ്റവും അധികം അടുത്തുപോയി. എണ്ണപ്പെട്ട നാളുകൾക്കുള്ളിൽ തന്നെ യേശു മടങ്ങി വരും ദൈവമക്കളെ. സ്വർഗത്തിലെ നിവാസത്തിന്റെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിവൃത്തിയായി അവ ലോക ചരിത്രത്തിൽ എഴുതി ചേർത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ധനത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ ആത്മീയ അരാജകത്വം സഭയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? മുഴു ലോകത്തെ ഏകീകരിച്ച് ഭരിക്കേണ്ടതിന് അധർമ്മമൂർത്തിയായവൻ ഇതാ ആ ഉള്ളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ യുദ്ധത്തിനായി വൻ രാഷ്ട്രങ്ങൾ ആയുധപ്പുരകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കും യാദൃശ്യമാണോ എന്ന്. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന 2 ആയുധമുണ്ട്. ഒന്ന് രാസായുധം, രണ്ടാമത്തത് ആറ്റമിക്. ഇതിന്റെ മുമ്പിൽ മനുഷ്യൻ പകച്ചു നിൽക്കുകയാണ്. ആറ്റമിക് പൊട്ടിയാൽ ചുട്ടെരിഞ്ഞു പോകും. 1,50,00,000 ഡിഗ്രി ചൂടിലാണ് ആറ്റമിക് പൊട്ടുന്നത്. 800 ഡിഗ്രി ചൂടിൽ ഇരുമ്പുരുകി പച്ചവെള്ളം പോലെ തിളയ്ക്കുമെങ്കിൽ 1,50,00,000 ഡിഗ്രി ചൂടിൽ കത്തുന്ന ആറ്റമിക്കിന്റെ ചൂട് എന്തായിരിക്കും ദൈവമക്കളെ? ഹിരോഷിമ നാഗസാക്കി എന്ന 2 പട്ടണത്തില് ബ്രിട്ടനും സഖ്യകക്ഷികളും കൂടെ ബോംബിട്ടു. ലോകം പകച്ചുപോയി. അയ്യോ, ഇത് കണ്ടെത്തിയവൻ നെഞ്ചുരുകി പോയി. പൊന്നു തമ്പുരാനെ, ഇതിനായിട്ടല്ലല്ലോ ഞാൻ ഇത് കണ്ടെത്തിയെന്ന് പറഞ്ഞ മഹാനായ ശാസ്ത്രജ്ഞൻ കരഞ്ഞു. സംഭവം യാദൃശ്യമല്ല ദൈവമക്കളെ. വാഴ്ത്തപ്പെട്ട മശിഹായുടെ അരിമ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമിയും അതിന്റെ മൂലപദാർത്ഥവും കത്തിയഴിയും, മനുഷ്യന്റെ പ്രവൃത്തികൾ വെന്തഴിഞ്ഞു പോകും. ഭൂമിയുടെ മൂലപദാർത്ഥമായ ഹൈഡ്രജനും ഓക്സിജനും നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് കത്തുമെന്ന് ഇന്നേക്ക് 1900 വർഷം മുൻപ് വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞതാണ്. അന്തരീക്ഷ വായു നിന്ന് കത്തും, ഭൂമി വെന്തെരിയും, മനുഷ്യന്റെ പ്രവൃത്തികൾ വെന്തുപോകും, ആറ്റമിക് ഭൂമിയിൽ വർഷിക്കും. യാദൃശ്യമല്ല, ബൈബിൾ സത്യമാണ്. ഇനി അടുത്തതാണ് രാസായുധം.
രാസായുധം എന്ന് കേട്ടാൽ നമുക്ക് പിന്നെ ഇതൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ രാസായുധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തീപ്പെട്ടി ബീഡിയുടെ ഒക്കെ ഓർമ്മയിലായിരിക്കും. ഒരു രാസായുധം കോട്ടയം പട്ടണത്തിലോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ ദൈവമക്കളെ, നമ്മളങ്ങോട്ട് നേരെ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണും നമ്മുടെ നാക്കും അങ്ങ് അഴുകിപ്പോകും. ഇറാഖിനെ സഖ്യകക്ഷികളും അമേരിക്കയും കൂടെ പുറകെ നടന്ന് വേട്ടയാടി എന്തിനാണെന്നറിയാമോ? അടുത്ത കാലത്ത് ഇറാഖിന്റെ ഉപദേഷ്ടാവായി ഇരുന്നിട്ട് പിന്നീട് ഇറാഖിനെ ഒറ്റിക്കൊടുത്ത ഒരാളുടെ മരണം നിങ്ങൾ വായിച്ചില്ലേ? അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞു രാസായുധവും മറയിലുണ്ട്. അന്ന് പോലെ അമേരിക്ക ഉന്തുവണ്ടി തള്ളി 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 പുറകെ നടക്കുക. കാര്യം ഇത് പൊട്ടിച്ച കളി അങ്ങ് തീർന്ന് കിട്ടും. രാസായുധം പൊട്ടിയാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിങ്ങനെ അഴുകി ഒഴുകും, നാവ് അഴുകി ഒഴുകും. എന്തൊരു ഭീകരതയാണ്! ക്ഷതം വരാത്ത ഒന്നേ ഉള്ളൂ, നമ്മുടെ പത്തായത്തിൽ പാർക്കുന്ന ബഹുമാനപ്പെട്ട പാറ്റായ ഉണ്ടല്ലോ, പാറ്റായുടെ പുറന്തോടിന് മാത്രമേ ക്ഷതം വരാതെത്തുള്ളൂ. അത് ഇസ്രായേൽ കണ്ടുപിടിച്ച് തങ്ങളുടെ ജനങ്ങൾക്കെല്ലാം മൂക്കും വായും ഒക്കെ പൊതിഞ്ഞു കെട്ടാനുള്ള കാര്യം അവന്മാർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് റേഷൻ കട മണ്ണെണ്ണ പോലും ഇല്ല. രാസായുധം വീണു പോയാൽ പോക്കാതെയോ മക്കളെ. പക്ഷെ രാസായുധം ബൈബിൾ പറഞ്ഞതാണ്. മശിഹാ തമ്പുരാൻ ജനിക്കുന്നതിന് 500ഓളം വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനായ സഖരിയാവ് പറഞ്ഞു, യഹോവ ക്രോധത്തോട് ഭൂമിയെ സന്ദർശിപ്പാൻ വരുമ്പോൾ ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടുന്നവർക്ക് വരുന്ന ശിക്ഷ എന്തെന്നാൽ അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണഴുകി പോകും, അവന്റെ വായിൽ നിന്ന് നാവ് അഴുകി അവൻ വീണുപോകും. എന്നാ വായിക്കാമോ? അവർ സാക്ഷി പറഞ്ഞാട്ടെ, സംശയം തോന്നും, ഒന്ന് പറഞ്ഞാട്ടെ. എല്ലാവരുടെയും ബൈബിളിലുണ്ട്. സക്കരിയാവ് 14-ാം അധ്യായം 12-ാം വാക്യം. സക്കരിയാവ് 14:12 രാസായുധത്തെ കുറിച്ചുള്ള പ്രവചനം വായിച്ചാട്ട്. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാനിരിക്കുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിധം അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. എന്തൊരു വാക്കാണിത്! മശിഹാ ജനിക്കുന്നതിന് ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കുതിരയും രഥവും വാളും പരിചയം ഉപയോഗിച്ച് തമ്മിൽ വെട്ടി യുദ്ധം ചെയ്ത് മരിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിട്ട് അന്ത്യകാലത്ത് ദൈവ ന്യായവിധിയുടെ നാളിൽ ഭൂമിയിൽ മനുഷ്യന്റെ മേൽ വരുന്ന ന്യായവിധിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന രാസായുധത്തെ കണ്ടിട്ട് പറഞ്ഞു, അന്ന് യെരൂശലേമിന് നേരെ യുദ്ധത്തിനായി വരും, അല്ലെങ്കിൽ ഹർമഗദോൻ എന്ന യുദ്ധത്തിന് ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വരുമ്പോൾ ആ ജാതിക്ക് നേരെയുള്ള ശിക്ഷയാണ്. അവൻ നേരെ നിൽക്കുമ്പോൾ കണ്ണ് തടത്തിൽ നിന്ന് അഴുകിപ്പോകും, നാവ് വായിൽ നിന്ന് അഴുകിപ്പോകും. സംഭവം യാദൃശ്യമാണോ? ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ 2 ആയുധങ്ങളുടെ മുൻപിൽ ഞെട്ടിവിറയ്ക്കുകയാണ്. ആറ്റമിക്കിനെ എങ്ങനെയെങ്കിലും ഉപകരിക്കാം. അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പലുകളൊക്കെ ആറ്റമിക് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഈ രാസായുധം എന്ത് ചെയ്യും? ഇതെങ്ങാനും പൊട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ? നമ്മുടെ കണ്ണും മൂക്കൊക്കെ അഴിപ്പോകും. ഭാര്യയുടെ കണ്ണിലേക്ക് ഇതിന്റെ രാസായുധത്തിന്റെ രശ്മി അടിച്ചിട്ട് ഓടിച്ചെന്ന് അച്ചാച്ചനൊന്ന് നോക്കിയായിരുന്നു പറയും. അച്ചാച്ചൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ കണ്ണഴുകി പോയി കഴിഞ്ഞു. അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെയും കണ്ണഴുകി, നാക്കു അഴുകി, മൂക്കു അഴുകി. ഇതെന്തോ ഒരു കഷ്ടം! ഇതൊന്നും യാദൃശ്യമല്ല, വിശുദ്ധ ബൈബിളിൽ പ്രവചിച്ചതാണ് ദൈവമക്കളെ. ഇതെല്ലാം കാണുമ്പോൾ ഓർത്തോ, നമ്മുടെ യേശു വരാറായി, നമ്മുടെ സമയം അവസാനിച്ചു. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അവസാന നിമിഷത്തിലേക്ക് വന്നെത്തി. ഒരുപക്ഷെ മെസ്സിഹായുടെ മടങ്ങിവരവിന് മുമ്പ് ഈ മനോഹരമായ കോട്ടയം പട്ടണത്തിൽ സുവിശേഷം ദൈവം നമ്മോട് അറിയിച്ചതാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, രക്ഷകന്റെ പാദപീഠത്തിലേക്ക് പോകാം. കുഞ്ഞാടിന്റെ പരിശുദ്ധ നിറത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, നിന്റെ ശരീര രൂപാന്തരമായി വീണ്ടെടുപ്പ് അടുത്തെന്നറിഞ്ഞ് നിന്റെ തലകൾ ഉയർത്തിക്കൊള്ളുവീൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആരെങ്കിലും പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ ഈ രാത്രി നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നീ പോകുന്ന പാപത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും വെറിക്കുത്തിൻ്റെയും മ്ലേച്ഛതയുടെയും പാതകളെ വിട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാട്ട് ക്ഷണഭങ്കുരമായ ജീവിതത്തിനപ്പുറം ഒരനന്ത നിത്യതയുണ്ട്. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും. വിശുദ്ധ ബൈബിളിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കത്തില്ല. ആകയാൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം.
വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യഹൂദനാലയം പണിയുവാൻ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സംഘടന രൂപീകരിച്ച് അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ ആയുധപ്പുരകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ഏകീകരിക്കുവാൻ ശാസ്ത്രം 666 എന്ന പൈശാചിക മുദ്ര കുത്തേണ്ടതിന് ശാസ്ത്രം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ദൈവമക്കളെ, ലോകം അടക്കി വാഴേണ്ടതിന് യൂറോപ്യൻ കോമൺമാർക്ക് എന്ന സംഘടനയുടെ പിന്നിൽ ദജാൽ എന്നൊരു വഞ്ചകൻ രൂപം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയിട്ടുണ്ടോ? കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, യേശുവേ നിന്റെ വരവടുത്തെന്ന് ഞാൻ അറിയുന്നു. യേശുവേ വിശുദ്ധ ബൈബിൾ സത്യമാണെന്ന് ഞാൻ അറിയുന്നു. യേശുവേ 1900 വർഷങ്ങൾക്ക് മുൻപ് നീ എനിക്കായി ഛേദിക്കപ്പെട്ടെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, നീ എൻ്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ, എൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി വീണ്ടും നിന്നോട് ഒരിക്കൽ കൂടെ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ ഉണർത്തുന്നു. സ്വർഗം നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരുങ്ങിയിട്ടുണ്ടോ പ്രിയ ദൈവവൈതലേ? യേശുവിന്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? കാഹളം കേൾക്കാറായി, നാം പറന്നു പോകുന്ന നാളുകൾ അടുക്കാറായി. അരുമനാഥനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. തന്റെ കാന്ത ഒരുങ്ങിടുക. Thank you.